وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആശൂറാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാഠങ്ങളും ഉത്ബോധനങ്ങളും എന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഫضൽ കൊണ്ട് അല്പം കാര്യങ്ങൾ പറയാനും കേൾക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നാം ഈ ഒരുമിച്ച് കൂടിയ മാസം മുഹറ മാസമാകുന്നു. മുഹറത്തിൻ്റെ രാപ്പകലുകളിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഈ മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. എല്ലാ മാസങ്ങളും എല്ലാ ദിവസങ്ങളും എല്ലാ സമയങ്ങളും അത് അള്ളാഹുവിൻ്റെതാണ് താനും. എന്നാൽ ഈ മാസത്തിൻ്റെ ആദരവും ഇതിൻ്റെ ശ്രേഷ്ഠതയും ഇതിൻ്റെ പവിത്രതയും നാം മനസ്സിലാക്കാൻ വേണ്ടി യുദ്ധം നിഷിദ്ധമായതാണ് മുഹറ മാസം. അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്, 4 മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഈ മാസത്തിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അഫ്ളലു സിയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം, ഒരു മനുഷ്യന് നോമ്പനുഷ്ഠിക്കാൻ റമളാൻ മാസം കഴിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പവിത്രമായ മുഹറമാകുന്നു. സുന്നത്തായ നോമ്പുകൾക്ക് ഏറ്റവും അത് വർദ്ധിപ്പിക്കാൻ അനുയോജ്യമായ, അതിന് പ്രതിഫലങ്ങൾ വർദ്ധിപ്പിക്കപ്പെടുന്ന, അതിനുള്ള ഏറ്റവും നല്ല അവസരം ഷഹ്റുല്ലാഹിൽ മുഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഈ മാസത്തിൽ നാം പിടിക്കുന്ന നോമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇതിൻ്റെ 10ൻ്റെ അന്നത്തെ നോമ്പാണ്. ആശൂറ എന്ന പേരിൽ അറിയപ്പെടുന്നു. മുഹറം 10ൻ്റെ അന്നത്തെ ആ നോമ്പ്, അതിന് മഹത്തായ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത് നമ്മെ അറിയിച്ചിരിക്കുന്നു. യുകഫിറു സനത്തൽ മാളിയ, ആശൂറയിൻ്റെ അന്ന് ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അവന് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അത് കാരണം പൊറുപ്പിക്കപ്പെടും. കഴിഞ്ഞു പോയ ഒരു വർഷത്തെ അവൻ്റെ പാപങ്ങളെ ഈ ഒരൊറ്റ ദിവസത്തിലുള്ള ആ സുന്നത്ത് നോമ്പ് കാരണം അവന് പൊറുപ്പിക്കപ്പെടും. അതിന് മാത്രം പവിത്രതയും അതിന് മാത്രം ശ്രേഷ്ഠതയുമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെന്ന സമയത്ത് അവിടെയുള്ള ജൂതന്മാരായ ആളുകൾ ആശൂറയിൻ്റെ അന്ന് നോമ്പ് പിടിക്കുന്നത് കണ്ടു. അപ്പോൾ പ്രവാചകൻ അവരോട് ചോദിച്ചു, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂന, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്ന ഈ ദിവസം എന്താണ് അതിൻ്റെ പവിത്രത, എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത, എന്താണ് അതിൻ്റെ പ്രത്യേകത? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അളീമുൻ, ഇത് മഹത്തായ ഒരു ദിനമാണ്. അൻജല്ലാഹു ഫീഹി മൂസാ വ ഖൗമഹു, ഈ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലീമായ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ ജനങ്ങളായ ബനൂ ഇസ്രായീലിനെയും രക്ഷപ്പെടുത്തിയത് ഈ ദിവസത്തിലാണ്. വഗറഖ ഫിർഔന വ ഖൗമഹു, ദുഷ്ടനായ ധിക്കാരിയായ അഹങ്കാരിയായ അധികാരം തലക്ക് പിടിച്ച് അനീതി കാണിച്ച ഫിർഔൻ എന്ന് പറയുന്ന ആ ഭരണാധികാരിയെയും അവൻ്റെ സഹായികളായ പട്ടാളക്കാരെയും അനുയായികളെയും അവൻ്റെ പ്രമുഖരായ പ്രധാനികളായ ഉപദേശകന്മാരെയും സഹായികളെയും അള്ളാഹു മുക്കിക്കൊന്ന ദിവസമാണ് ഈ പറയുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ഫസാമഹു മൂസ ശുക്രൻ, അള്ളാഹുവിനെ നന്ദിയായിക്കൊണ്ട്
മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മുഹറത്തിന്റെ 10 അന്ന് ഈ ദിവസം ആശുറയിന് നോമ്പ് പിടിച്ചു. ഫനഹ്നു നസൂമുഹു, ആ പ്രവാചകനെ മാതൃകയാക്കിക്കൊണ്ട് ഞങ്ങളും അള്ളാഹുവിന് നന്ദിയായിക്കൊണ്ട് ഈ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുകയാണ് എന്ന് പറഞ്ഞു യഹൂദികൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും, അങ്ങനെയാണെങ്കിൽ മൂസാ നബിയെ കൊണ്ട് ഏറ്റവും അർഹതയുള്ളതും ബന്ധമുള്ളതും അദ്ദേഹത്തിലേക്ക് ഏറ്റവും ചേർന്ന് അടുത്തു നിൽക്കുന്നത് ഞങ്ങളാണ്. കാരണം ജൂതന്മാർ മൂസാ നബി കൊണ്ടുവന്ന ആ ദീനിനെ ദുരുപയോഗം ചെയ്യുകയും മാറ്റത്തിരുത്തലുകൾ വരുത്തുകയും കൈകടത്തലുകൾ കാണിക്കുകയും ചെയ്ത് അതിനെ നശിപ്പിച്ചവരാണ്. ആ മൂസാ നബി കൊണ്ടുവന്ന യഥാർത്ഥ തൗഹീദും യഥാർത്ഥ ദീനും അള്ളാഹുവിൻ്റെ ത്വാഅത്തും അതിൽ പോകുന്ന ആളുകൾ ഞങ്ങളാണ്. ഞങ്ങൾക്കാണ് അദ്ദേഹത്തിനോട് ഏറ്റവും ബന്ധമുള്ളത്, ഞങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ് എന്ന് പറഞ്ഞ് ഫസ്വാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അമറ ബിസിയാമിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിനെ മാതൃകയാക്കിക്കൊണ്ട് അദ്ദേഹത്തിനും തൻ്റെ ജനങ്ങൾക്കും അള്ളാഹു നൽകിയ ആ നിഅമത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചു. ആശൂറയിൻ്റെ ആ ദിവസം നോമ്പനുഷ്ഠിക്കാനും അതിന് ഈ കേട്ടതുപോലത്തെ മഹത്തായ പ്രതിഫലങ്ങൾ പ്രവാചകൻ നമുക്ക് വാഗ്ദാനം ചെയ്ത് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് റമളാന് നോമ്പ് നിർബന്ധമാക്കുന്നതിൻ്റെ മുമ്പ് ആശൂറയിൻ്റെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായ നിലക്ക് അവരോട് അനുഷ്ഠിക്കാൻ പറയലുണ്ടായിരുന്നു. റമളാന് നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ശേഷം ഇനി ഇത് സുന്നത്താവുകയാണ് ചെയ്തത്. സുന്നത്തായി അതിന് ഏറ്റവും മഹത്തായ പ്രതിഫലത്തോടുകൂടെ അതിൻ്റെ പേരുള്ള ആ ശ്രേഷ്ഠത അറിയിച്ചു പ്രവാചകൻ. പിന്നീട് സഹാബത്ത് പ്രവാചകൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ജൂതന്മാരും ഈ ദിവസം നോമ്പ് പിടിക്കുന്നു, നമ്മളും ഈ ദിവസം നോമ്പനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ആ ജൂതന്മാരോട് സാമ്യമാകുക, അവർ ചെയ്യുന്നത് പോലെ ചെയ്യുക എന്ന് പറയുന്നത്. സഹാബത്ത് മനസ്സിലാക്കിയിരുന്നു കുഫാറുകൾ, യഹൂദികളോ നസാറാക്കളോ മറ്റുള്ള കുഫാറുകളും മുശ്രിക്കീങ്ങളോട് ഒരു കാര്യത്തിലും ഒരു വിഷയത്തിലും മുസ്ലിമീങ്ങൾ സാമ്യമാകാൻ പാടില്ല, അവരെ പോലെയാകാൻ പാടില്ല. അത് ഇബാദത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റുള്ള ഏത് കാര്യത്തിലും എന്നവർ മനസ്സിലാക്കിയിരുന്നു. അപ്പം അവർ ചെയ്യുന്നത് പോലെ ഈ ഒരു കാര്യം നമ്മളും ചെയ്യുമ്പോൾ നമ്മൾ ജൂതന്മാരെ പോലെയാകല്ലേ, അവരനുകരിക്കല്ലേ, അവരോട് സാമ്യമാകല്ലേ എന്ന് പ്രവാചകനോട് അവർ വിഷമം വന്ന് പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, അടുത്ത വർഷം വരെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 അന്നുകൂടി ഞാൻ നോമ്പ് പിടിക്കുമായിരുന്നു ജൂതന്മാരോട് എതിരാവാൻ വേണ്ടി. ഇന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ പല മേഖലകളിലും സത്യനിഷേധികളായ ആളുകളെ കുഫാറുകളെ അനുകരിക്കുന്നു, അവരുടെ വേഷം ധരിക്കുന്നു, അവരുടെ രൂപത്തിൽ അവർ ജീവിക്കുന്നു, അവർ പറയുന്നത് പോലെ അവർ ചെയ്യുന്നത് പോലെ ഓരോ കാര്യങ്ങളിലും അവരെ അനുകരിക്കാനും അവരെ മാതൃകയാക്കാനും മത്സരിക്കുന്നത് കാണാം പലപ്പോഴും, അറിഞ്ഞോ അറിയാതെയോ. ഇന്നിപ്പോൾ ഈ പറയുന്ന ലോകകപ്പ് പോലത്തെ കാര്യങ്ങളിലൊക്കെ യുവാക്കളും യുവതികളടക്കം അവരൊക്കെ അവരുടെ പേരുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും അവരുടെ വേഷത്തിലുള്ള മുടിവെട്ടുന്ന കാര്യങ്ങളിലാണെങ്കിൽ ഓരോ വിഷയങ്ങളിലും അതിനുവേണ്ടി അവരെ അനുകരിക്കാനും അവരെ മത്സരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു പോയതുപോലെ ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും, കഴിഞ്ഞു പോയ ജൂതനസാറാക്കളുടെ മാർഗം നിങ്ങൾ പിന്തുടരും. ഹദുവൽ ഖുദ്ദതി ബിൽ ഖുദ്ദ, ചാണിന് ചാണ് മുഴത്തിന് മൊഴി, അവരെ കടപ്പിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്യുന്ന ആ ഒരു സ്വഭാവം നിങ്ങളിൽ വരും, അധഃപതനം ആ നിലക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പ്രവചിച്ചു പോയതാണ്. അതുപോലെ സഹാബത്ത് ആ കാര്യത്തിൽ അവരോട് എതിരാവണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൃത്യമായി പാലിച്ചവരും മനസ്സിലാക്കുന്നവരുമായിരുന്നു. ഇവിടെ ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ജൂതന്മാരോട് എതിരാവാൻ വേണ്ടി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അള്ളാഹു എനിക്ക് ഹയാത്ത് നീട്ടിത്തരികയാണെങ്കിൽ ഞാൻ 9 അന്നുകൂടി നോമ്പ് പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 അന്ന് നോമ്പെടുത്തു, 9 അന്ന് നോമ്പ് എടുക്കുമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ പിറ്റേ വർഷം വന്നപ്പോഴേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ലോകത്ത് വഫാത്തായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ അതുകൊണ്ട് നമുക്ക് മഹാന്മാരായ ഈ പ്രവാചകന്മാരെ മാതൃകയാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അവൻ സഹായം ചെയ്തതിന് നന്ദിയായിക്കൊണ്ട് ഈ മാസത്തിലുള്ള 10 അന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് 9 അന്ന് നോമ്പ് പിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. ഏറ്റവും പവിത്രതയുള്ള ഈ പറയുന്ന മുഅ്മിനീങ്ങളെ അനുകരിച്ചുകൊണ്ട് മാതൃകയാക്കിക്കൊണ്ട് അവർക്ക് ലഭിച്ച നിഅമത്തിന് അള്ളാഹുവിന് നന്ദിയായിക്കൊണ്ട് നമ്മളത് ചെയ്യുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആശൂറയിൻ്റെ അന്ന് നമുക്ക് നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് നന്ദിയായിക്കൊണ്ടാണ്. അള്ളാഹു അവൻ്റെ റസൂലും നമുക്കത് മാതൃകയാക്കിയത്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും തൻ്റെ കൂടെയുള്ള അനുയായികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ നിലക്ക് രക്ഷപ്പെടുത്തി എന്നുള്ളത്. അതേപോലെ അവരെ ആക്രമിക്കാൻ വേണ്ടി ലോകത്ത് വന്ന ഏറ്റവും വലിയ ധിക്കാരിയായ അതിക്രമകാരിയായ ഫിർഔനെയും അവൻ്റെ കൂടെയുള്ള ആളുകളെയും അള്ളാഹു നശിപ്പിച്ചു എന്നുള്ളത്.
അത്ഭുതാവഹമായ നിലക്ക് മുസ്ലിമീങ്ങൾ മാത്രമല്ല ആ ചരിത്രം വിശ്വസിക്കുന്നവരും അംഗീകരിക്കുന്നവരും. ഈ പറയുന്ന ജൂതന്മാർക്കറിയാം, നസാറാക്കൾക്കതിരെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും ഈ പറയുന്ന ചരിത്ര സത്യം അംഗീകരിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ഫിർഔനിന്റെയും മൂസാ നബിയുടെയും ഈ ചരിത്രം 34ഓളം സൂറത്തുകളിൽ പല രൂപത്തിൽ, ചില സൂറത്തുകളിൽ വിശദമായിക്കൊണ്ട്, ചില സൂറത്തുകളിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ പരാമർശിക്കുന്നു. നമുക്കതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനും നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അധികാരി വർഗങ്ങളിൽ നിന്നാണെങ്കിലും അവരുടെ നേതൃത്വത്തിലും തലപ്പത്തുമുള്ള ആളുകളിൽ നിന്നുള്ള അനീതികളാണെങ്കിലും അക്രമങ്ങളാണെങ്കിലും അവിടെ എന്ത് പരിഹാരങ്ങൾ, എങ്ങനെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിനുള്ള പോം വഴി എന്താണ്, എന്ത് നമ്മൾ സ്വീകരിക്കണം, നമ്മൾ ആ സമയത്ത് സ്വീകരിക്കണം നിലപാട് എന്തായിരിക്കണം, ആ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ ആ ചരിത്രം കുറച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലവും അതിലുണ്ടായിരുന്ന ആളുകളും അവർ നേരിട്ട അനുഭവങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ സ്വീകരിച്ച പരിഹാര മാർഗങ്ങളും, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അല്ലാഹു ഈ സൂറത്തുൽ ഖസസിൽ കൂടെ അതിൻ്റെ പല ഭാഗങ്ങളും അല്പം വിശദമായി തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ അറാഫിൽ, സൂറത്ത് യൂനുസിൽ, സൂറത്ത് ഹൂദിൽ, സൂറത്ത് ഇസ്രായിൽ, സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്ത് ത്വാഹ, ഒരുപാട് സൂറത്തുകളിൽ കൂടെ ഈ ചരിത്ര സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നു. സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വാഇഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഫിർഔൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈജിപ്ത് ഭരണം നടത്തിയ ഒരാളാണ്. ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരവും ആധിപത്യം കൊടുത്ത സമയത്ത് അലാ ഫിൽ അർളി, ഭൂമിയിൽ അവൻ അഹങ്കാരം കാണിച്ചു എന്നുള്ളത്. ഭൂമിയിൽ അഹങ്കാരം കാണിച്ചു. ആ മനുഷ്യൻ കാണിച്ച അഹങ്കാരം അള്ളാഹുവിനോടുള്ള ഹക്കിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിനോടുള്ള കടമകൾ ബാധ്യതകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ആ മനുഷ്യന് ഇത് തെറ്റുപറ്റി. അള്ളാഹുവിൻ്റെ അടിമകളോട് കാണിക്കേണ്ടുന്ന ഹക്കുകളും അവർക്ക് കൊടുക്കേണ്ടുന്ന അവകാശങ്ങളുടെ കാര്യത്തിലും വീഴ്ച പറ്റി. ഫിർഔൻ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് വാദിച്ചാൽ, നിങ്ങളുടെ മുഴുവനും റബ്ബ് ഞാനാണ്, നിങ്ങളുടെ റബ്ബ് ഞാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ച ആളും നിയന്ത്രിക്കുന്ന ആളും ഉടമപ്പെടുത്തിയ ആളും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി ഞാനാണ്. ഇങ്ങനത്തെ ഒരു വാദം ഈ ലോകത്ത് മറ്റ് ഒരാളും ഇതുപോലത്തെ വാദവുമായി വന്നിട്ടില്ല എന്നുള്ളത്. ഇൻ അന റബ്ബുക്കുമുൽ അഅ്ല. അതേപോലെ തന്നെ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈരി, നിങ്ങൾക്ക് ഞാനില്ലാത്ത ഒരു ആരാധ്യനില്ല, നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടത്, അതിന് അർഹതയും യോഗ്യതയും എനിക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കൈവച്ചു ആ മനുഷ്യൻ. അള്ളാഹുവിൻ്റെ അടിമകളായ ആളുകളെ അവൻ ചെയ്തത് വജഅല അഹ്ലഹാ ശിയഅൻ, ആ നാട്ടിലുണ്ടായിരുന്ന ആളുകളെ അവൻ പല വിഭാഗമായിട്ട് തിരിച്ചു. അധകൃതരായ ഒരു വിഭാഗം ആളുകൾ, താന്ന് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഉന്നതരായ കുലജാതരായ നാട്ടിനും നാട്ടിലുള്ള വിഭവങ്ങൾക്കും അർഹരും യോഗ്യരുമായ മറ്റൊരു വിഭാഗം ആളുകൾ, അവൻ്റെ കുടുംബങ്ങൾ, കിബുത്തികൾ എന്ന് പറയുന്നവരായ അവരാണ് ആ മണ്ണിൻ്റെ മക്കൾ. അവരെ അവിടെ ജീവിക്കാൻ അർഹതയുള്ളൂ. അവർ ഉന്നത കുലജാതരാണ്. അവർക്ക് അടിമപ്പണി ചെയ്യാൻ, അവർക്ക് തോട്ടിപ്പണി ചെയ്യാൻ, അവരുടെ ഏറ്റവും താന്ന ജോലികളും കാര്യങ്ങളും അതിനുവേണ്ടി വിധിക്കപ്പെട്ടവരാണ് ബനൂ ഇസ്രായേൽ. ഈ നിലക്ക് നാട്ടിലുള്ള ജനങ്ങളോട് നീതിയുക്തമായി എല്ലാവർക്കും അനുയോജ്യമായ അർഹിക്കുന്ന നിലക്ക് അവകാശങ്ങൾ കൊടുക്കുന്നതിന് പകരം ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് അങ്ങനെയാണ്. അതിന് പകരമായി നാട്ടിലുള്ള ആളുകളെ പല വിഭാഗങ്ങളാക്കി തിരിച്ചു. യഥാർത്ഥത്തിൽ ബനൂ ഇസ്രായേൽ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പേരമക്കളായിരുന്നു. അവർ ബഹുമാന്യരും ആദരണീയരുമായിരുന്നു. അവരെ ആദരിക്കപ്പെടേണ്ടവരായിരുന്നു. അവർക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ നൽകേണ്ടതായിരുന്നു. പക്ഷേ അവരെ ഈ നിലക്ക് അടിമകളായിക്കൊണ്ട് ഏറ്റവും താന്ന ജോലികളും കാര്യങ്ങളും അവരെ നിർബന്ധിച്ചുകൊണ്ട്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, പീഡിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആ നിലക്കുള്ള ഭരണം നടത്തി. യസ്തദ്ഇഫു ത്വാഇഫതൻ മിൻഹും, ആ സമുദായത്തിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകളെ അവൻ ബലഹീനരായി, അബലരായി, നിസ്സഹായരായി, ഒന്നിനും കൊള്ളാത്തവരായി മാറ്റി നിർത്തി. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും, അവരിൽ നിന്നുള്ള ആൺകുട്ടികളെ അവൻ അറുത്ത് കൊല്ലുമായിരുന്നു. സ്ത്രീകൾ ഗർഭിണികളാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി അവൻ്റെ ജോലിക്കാരായ ആളുകളെ, സ്ത്രീകളെയും പുരുഷന്മാരെയും അവൻ പറഞ്ഞയക്കുമായിരുന്നു ബനൂ ഇസ്രായേലിൻ്റെ വീടുകളിലേക്ക്.
അവർ രാത്രി സമയങ്ങളിലും പകൽ സമയത്തും പരിശോധന നടത്തുമായിരുന്നു. ഗർഭിണികളായ സ്ത്രീകളാണെങ്കിൽ ഇതിൻ്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ പറയുന്നു, ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ നിർബന്ധിച്ചുകൊണ്ട് ആ സ്ത്രീയെക്കൊണ്ട് ഭാരമായ ജോലികൾ ചെയ്യിപ്പിക്കുകയും അവളെ കഷ്ടപ്പെടുത്തുകയും അവളെ പീഡിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. എങ്ങനെയെങ്കിലും അവൾ അബോർഷനായി ആ ഗർഭം അത് ചീറ്റി നശിച്ച് തകർന്നു പോകാൻ വേണ്ടിയിട്ട്, ആ പെണ്ണ് മരിക്കുക, അവരുടെ ആരോഗ്യത്തിനെ ബാധിക്കുക, അവർക്ക് എന്തെങ്കിലും പറ്റേ അതിന് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ. ഇനി എങ്ങാനും ഒളിഞ്ഞും മറഞ്ഞും ആ പെണ്ണ് ഗർഭം ധരിച്ചു പൂർണ്ണമായി അങ്ങനെ പ്രസവിച്ചു എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വീണ്ടും ഇവർ പരിശോധനയ്ക്ക് വന്ന് ആ കുഞ്ഞിനെ ബലമായിട്ട്, ആൺകുട്ടിയാണെങ്കിൽ ബലമായിട്ട് ആ കുഞ്ഞിനെ അവർ കൊണ്ടുപോയി ആ മാതാവിൻ്റെ മുന്നിൽ വെച്ചും മറ്റും അതിനെ അറുത്ത് കശാപ്പ് ചെയ്ത് കൊല്ലുമായിരുന്നു. 10,000 ഇങ്ങനെ ബനൂ ഇസ്രായേൽ ആൺകുട്ടികൾ ജനിക്കാതിരിക്കാൻ. സ്ത്രീകളാണെങ്കിൽ അവരെ കൊല്ലാതെ വിടുകയും ചെയ്യുമായിരുന്നു. 2-3 കാരണങ്ങൾ പണ്ഡിതന്മാർ ഈ പറയുന്ന പണി ഇവർ ചെയ്യാൻ വേണ്ടി പറയുന്നു. ഒന്ന്, ഈ ഫിർഔൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതിൻ്റെ ശേഷമാണ്, അതല്ല അവൻ്റെ ജ്യോത്സ്യന്മാരും മറ്റും അവരോട് പ്രവചിച്ചതിൻ്റെ ശേഷമാണ്. അതുമല്ല, മറ്റൊരഭിപ്രായം, ബനൂ ഇസ്രായേലിന് ഒരു വിവരമുണ്ടായിരുന്നു, അവരെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന രാജാവ് ആ നാട്ടിൽ വരുമെന്നും ആ രാജാവിൻ്റെ അന്ത്യം ബനൂ ഇസ്രായേൽപ്പെട്ട ഒരു ആൺകുഞ്ഞ് മുഖേന അവൻ്റെ കയ്യാലയായിരിക്കും ആ മനുഷ്യൻ്റെ അധപ്പതനമെന്നും ബനൂ ഇസ്രായേലിൻ്റെ ഗ്രന്ഥങ്ങളിലും മറ്റും വിവരങ്ങളുള്ളത്. തിബത്തികളായ ആളുകളും അവരിൽ നിന്നിട്ട് ഫിർഔനും ഈ വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബനൂ ഇസ്രായേൽ ഒരു ആൺകുട്ടി ജനിച്ച് വളർന്ന് വലുതായി വരരുതേ, അവൻ വന്നാൽ എൻ്റെ അധികാരത്തിന് അത് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ കഴിയും. ഏതാണെങ്കിലും സ്ത്രീകൾ അങ്ങനെ ആൺകുട്ടികൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ മാത്രം ആ സമൂഹത്തിൽ ബനൂ ഇസ്രായേലിൽ വളർന്നു വരികയും ചെയ്തപ്പോൾ അവർക്ക് ചോദിക്കാനും പറയാനോ എതിർക്കാനോ വിമർശിക്കാനോ ഭരണാധികാരികളും അവൻ്റെ പട്ടാളക്കാരും ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ അവരോട് പ്രതിരോധിക്കാനോ ആരുമില്ലാത്ത പൂർണ്ണമായി നിസ്സഹായരായൊരു സമൂഹമായി ബനൂ ഇസ്രായേൽ മാറി എന്നുള്ളത്. അങ്ങനെ വർഷങ്ങളോളം ഈ കാര്യം നടപ്പിലാക്കിയപ്പോൾ തിബത്തികളായ ആളുകൾ ഫിർഔനിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പരാതി പറഞ്ഞു, ഇങ്ങനെ ഈ ബനൂ ഇസ്രായേൽ ഇവരുള്ള പുരുഷന്മാരൊക്കെ കൊല്ലപ്പെടുകയും സ്ത്രീകൾ മാത്രം ബാക്കിയാവുകയും ചെയ്താൽ പിന്നീട് അവർ നിർവഹിക്കുന്ന ഈ പറയുന്ന ജോലികൾ, ഭാരിച്ച ജോലികളും മറ്റും അത് നിർവഹിക്കാൻ ആളില്ലാതെ ഞങ്ങൾ അത് ചെയ്യേണ്ട അവസ്ഥ വരും. ഞങ്ങളാണെങ്കിൽ സമൂഹത്തിൽ ഉന്നതരാണ്, അതുപോലത്തെ ജോലി ഞങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഫിർഔൻ മറ്റൊരു തീരുമാനം, 1 വർഷത്തിലുണ്ടാകുന്ന ബനൂ ഇസ്രായേലിൽ വരുന്ന കുട്ടികളെ കൊല്ലപ്പെടുകയും 2ാമത്തെ വർഷത്തിലുള്ളവരെ കൊല്ലാതെ വിടുകയും ചെയ്യുക എന്ന് പറയും. തലതിരിഞ്ഞ വാദഗതികളും അതേപോലെ തന്നെ ഭരണ നിയന്ത്രണങ്ങളും ആ മനുഷ്യൻ നടപ്പാക്കി. അങ്ങനെയാണ് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരിക്കുകയും മൂസാ നബി ജനിച്ച ആ വർഷത്തിൽ കുട്ടികൾ കൊല്ലപ്പെടുന്ന വർഷമായതുകൊണ്ട് അദ്ദേഹം ഈ ഭീഷണി നേരിടുകയും ചെയ്തത് എന്നൊക്കെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, നാട്ടിൽ കുഴപ്പം കാണിക്കുന്ന, ഫസാദ് കാണിക്കുന്ന വ്യക്തിയായിരുന്നു ഫിർഔൻ. അവനെ സംബന്ധിച്ച് ചില സമയങ്ങളിൽ അവൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗനിർദ്ദേശങ്ങളാണ് നൽകുന്നത്. മൂസ അവനാണ് ഈ നാട് കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ. ഇന്നും ആ ഫിർഔനിൻ്റെ പിൻഗാമികളായ ആളുകൾ ഹക്കിൻ്റെയും സത്യത്തിൻ്റെയും ആളുകളെ വിമർശിക്കുന്നത് പോലത്തെ വിമർശനം ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ഫറോവമാർ, ഈ പറയുന്ന ഫിർഔനുമാർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും അത് പുതിയതാണ്, പുതിയ തീരുമാനങ്ങളാണ്, കാഴ്ചപ്പാടുകളാണ്. ഒരിക്കലുമല്ല. ഈ പിൻഗാമികളായ ഇതുപോലത്തെ ദുഷ്ടരായ അക്രമികളായ ഭരണാധികാരികളുടെ പ്രവർത്തനങ്ങൾ, എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ട ചരിത്രങ്ങൾ, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവരിന്ന് പല കാര്യങ്ങളും നടപ്പാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫൂ ഫിൽ അർളി വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. ഫിർഔൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ നാം ഉദ്ദേശിച്ചത് ഭൂമിയിൽ ബലഹീനരായി തള്ളപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട ഈ സമൂഹത്തിന് നന്മ ചെയ്യണം, നിഅമത്ത് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല, വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ, ഭൂമിയിൽ നേതൃത്വം ഇവർക്ക് കൊടുക്കണം എന്നുള്ളത്. ബനൂ ഇസ്രായേൽ ജനങ്ങൾ അധകൃതരായി മാറ്റിവെച്ച, അവർക്ക് ഒരിക്കലും ചെയ്യാത്ത ഏറ്റവും ദുഷിച്ച താന്ന ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് ബലഹീനരായി മാറ്റി നിർത്തപ്പെട്ട ഇവരെയാക്കണം ദീനിൽ നേതാക്കന്മാരെയാണ്. അവർക്ക് ഈ ഭൂമിയെ നമ്മൾ അവരുടെ കയ്യിൽ ഏൽപ്പിക്കണം. അധികാരവും ആധിപത്യവും അനുഗ്രഹങ്ങളും നിഅമത്തുകളും ഈ ബനൂ ഇസ്രായേലിന് അത് നമ്മൾ അനന്തരമായി നൽകണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. അങ്ങനെ അള്ളാഹു അവൻ്റെ ശക്തമായ ഹിക്മത്തും അവൻ്റെ ഖുദ്റത്ത് കൊണ്ടും എന്താണ് നടപ്പാക്കിയത് എന്ന് നമ്മൾ ചില കാര്യങ്ങളും ചില പ്രയാസങ്ങളും അനുഭവപ്പെടുമ്പോൾ പെട്ടെന്ന് അതിന് പരിഹാരം വേണമെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായ നിലപാടുകളും ഹിക്മത്തുകളും കാഴ്ചപ്പാടുകളും ഉണ്ടാകും. അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ ബനൂ ഇസ്രായേലിന് ആധിപത്യവും അധികാരവും കൊടുക്കണമെന്നുള്ളത്.
ഫിർഔൻ ഉദ്ദേശിച്ചത് ബനൂ ഇസ്രായേലിനെ അധകൃതരായി, സമൂഹത്തിന് കൊള്ളാത്തവരായി, അവന്റെ അധികാരത്തിന് ഭീഷണിയാകുന്ന സമൂഹമല്ലാതെ മാറ്റി തീർക്കണമെന്ന്. അള്ളാഹു അവിടെ എന്ത് സ്വീകരിച്ചു? വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. ഇവർക്ക് അധികാരവും ആധിപത്യവും നേതൃത്വം കൊടുക്കണം. ഭൂമിയിൽ ഈ ബനൂ ഇസ്രായേലിന് സ്വാധീനം കൊടുക്കണം. ഫിർഔനും അവന്റെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്ന അവന്റെ ഭരണകൂടത്തിലുള്ള ഉന്നത സ്ഥാനീയനായ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യനും കാട്ടിക്കൊടുക്കണം. അവരുടെ സൈന്യങ്ങൾക്കും മിൻഹും മാ കാനൂ യഹ്ദറൂൻ, ഈ ബനൂ ഇസ്രായേലിന് എന്താണോ അവർ പേടിച്ചിരുന്നത് അവർക്ക് കാട്ടിക്കൊടുക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ പറയുന്ന ബനൂ ഇസ്രായേൽപ്പെട്ട അവൻ കൊല്ലുന്ന, ആയിരക്കണക്കിന് അവന് കൊന്നു തള്ളുന്ന ആ ആൺകുട്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കൊണ്ട് തന്നെ അവന്റെ അധപ്പതനത്തിനും അവന്റെ നാശത്തിനും കാരണക്കാരനാക്കണം. ഇതാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അള്ളാഹു അതിനുവേണ്ടി സ്വീകരിച്ചത് ആ നാട്ടിലുള്ള അബലയായ ഒരു സ്ത്രീയെയാണ് അതിൽ ഉപയോഗപ്പെടുത്തിയത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കും ഇതുപോലത്തെ ഭീഷണികളും ഇതുപോലത്തെ സമ്മർദ്ദങ്ങളും ഭരണകൂടത്തിൽ നിന്നാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളിൽ നിന്നാണെങ്കിൽ ഇത് വരുമ്പോൾ അതുപോലത്തെ ശക്തരായ ആളുകൾ നമ്മളിലില്ലല്ലോ, അതുപോലത്തെ അധികാരമുള്ള ആളുകൾ നമുക്കില്ലല്ലോ, അതല്ലെങ്കിൽ നമ്മൾ അതുപോലത്തെ കായികമായിട്ടോ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ഒരു ഒത്തൊരുമയില്ലല്ലോ, കഴിവും പ്രാപ്തിയില്ലല്ലോ എന്നൊക്കെ ഒരു പക്ഷേ പലരും അത് വിചാരിച്ചുകൊണ്ട് ഉത്കണ്ഠപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി തുടക്കം കുറിച്ചത് ആ നാട്ടിൽ സമൂഹത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ചെറിയ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റുന്ന ഒരു സ്ത്രീയിൽ നിന്നാണ്. സഹോദരിമാരായ ആളുകൾക്ക് ഇതുപോലത്തെ പാഠങ്ങളിൽ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഈ സമൂഹത്തിന് എന്തു ചെയ്യും? പുരുഷന്മാരല്ലേ, അവരുടെ ബാധ്യതയിലല്ലേ, അവർക്കൊക്കെ അല്ലേ ഉത്തരവാദിത്തങ്ങൾ? ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇ. മൂസാ നബിയുടെ മാതാവ്, അവർക്ക് ഇതുപോലെ ചെറിയ കുട്ടികളുണ്ട്. ഏത് സമയത്തും ആ കുട്ടികളെ അന്വേഷണത്തിന്റെ ജോലിക്കാരും ഉദ്യോഗസ്ഥന്മാരും വന്ന് പരിശോധിക്കും, പിടിച്ചുകൊണ്ടുപോകും, കൊല്ലപ്പെടും. ആ ഉത്കണ്ഠയിൽ, ആ വേദനയിൽ മനസ്സ് വിങ്ങിക്കൊണ്ട് തേങ്ങിക്കൊണ്ട് കഴിയുന്ന ആ സ്ത്രീയിലേക്കാണ് അള്ളാഹു സന്ദേശം നൽകുന്നത്. അൻ അർളിഇ. സാധാരണ മാതാക്കൾ ചെയ്യുന്ന പോലെ കുട്ടിക്ക് മുലയൂട്ടിക്കോ, സംരക്ഷിച്ചോ. ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം. ആ കുട്ടിയെ ഇവർ പിടിച്ചുകൊണ്ടുപോകും, കൊല്ലപ്പെടുമെന്ന് നിനക്ക് പേടിയുണ്ടെങ്കിൽ, ഭയമുണ്ടെങ്കിൽ ഫഅൽഖീഹി ഫിൽ യം, ഒരു പെട്ടിയിലാക്കിയിട്ട് ആ കുഞ്ഞിനെ നീ ആ യമ്മിൽ കൊണ്ടുപോയിട്ടോ എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. യം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നൈൽ നദിയാണ്. മുഫസ്സിരീങ്ങൾ, ഖുർആന്റെ വ്യാഖ്യാതാക്കൾ അതാണ് പറയുന്നത്, നൈൽ നദി. നൈൽ നദി എന്ന് പറയുന്നത് ഈ ലോകത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളായ ഈജിപ്ത്, സുഡാന് അതുപോലത്തെ രാജ്യങ്ങളിൽ കൂടെ പരന്ന് വിശാലമായി വളരെ ദീർഘമുള്ള ഈ ലോകത്തുള്ള ഒരു നദിയാണ്. ആ നദിയെക്കുറിച്ച് ഹദീസുകളിൽ വന്നിട്ട് സ്വർഗത്തിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. അന്നീലു വൽ ഫുറാത്ത് എന്നൊക്കെ ഹദീസുകളിൽ വന്ന വളരെ അംഗീകാരമുള്ള, പ്രശംസയുള്ള, ആദരണീയമായ ഒരു നദിയാണ് നൈൽ നദി. അതിൽ കൊണ്ടുപോയിടാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അതും ഒരു പെട്ടിയിലാക്കി കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടി. മറ്റുള്ള ഈ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ ആ നദിയിൽ കൊണ്ടുപോയിടുക. നൈൽ എന്ന് പറയുന്ന ആ നദി അത് നെഹ്ർ എന്ന പേരിലും ബഹ്ർ എന്ന പേരിലൊക്കെ തഫ്സീറുകളിൽ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി നൈൽ നദിയെക്കുറിച്ച് ബഹ്ർ എന്നൊക്കെ പറഞ്ഞത് തഫ്സീറിലൊക്കെ, അദ്ദേഹത്തിൻ്റെ തഫ്സീറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത് നദി എന്നുള്ള പേരിലാണ്. പക്ഷെ വെള്ളം ധാരാളമുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചൊരു ബഹ്ർ എന്നുള്ള നിലക്കും അറബിയിൽ പ്രയോഗം ഉണ്ട്. രാവിലെ തഫ്സീറിൻ്റെ ക്ലാസ്സിൽ ഒരു സഹോദരൻ അങ്ങനെ സംശയം പറഞ്ഞിരുന്നു, എമ്മ് എന്ന് പറഞ്ഞ് നിങ്ങൾ ബഹ്റി എന്ന് പറഞ്ഞു, നെഹ്റല്ലേ. അതിനെക്കുറിച്ച് രണ്ടു നിലക്കും അതിനെക്കുറിച്ച് പരാമർശങ്ങൾ തഫ്സീറിലൊക്കെ വന്നിട്ടുണ്ട്. ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി. ഒരിക്കലും നീ ഭയപ്പെടേണ്ട, ഒരിക്കലും നീ സങ്കടപ്പെടുകയും ചെയ്യേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ വാഗ്ദാനം, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന ഈ കൽപ്പന, അത് കൃത്യമായി പാലിക്കാൻ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച, അള്ളാഹുവിൽ വിശ്വസിച്ച, അള്ളാഹു പറഞ്ഞ, അള്ളാഹു കൊടുത്ത വാക്കിനെ വിലമതിക്കാൻ തയ്യാറുള്ള ഒരു സ്ത്രീ സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ രക്ഷപ്പെടാൻ അവരെ കയ്യാൽ അള്ളാഹു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു പറഞ്ഞത് കേൾക്കാൻ തയ്യാറുള്ള, അള്ളാഹുവിൻ്റെ കൽപ്പന കൃത്യമായി പാലിക്കാൻ തയ്യാറുള്ള യുവാക്കളും ആണുങ്ങളും പെണ്ണുങ്ങളും മുതിർന്നവരും കുട്ടികളുമുള്ളൊരു സമൂഹമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ കൂടെ അതിമഹത്തായ അത്ഭുതാവഹമായ കാര്യങ്ങൾ, മാറ്റത്തിരുത്തലുകൾ ഈ ഭൂമിയിൽ ഇനിയും നടത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും അത് നടത്തിയതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കും നടന്നു കിട്ടുമെന്ന് നമുക്ക് പഠിക്കാനും മാതൃകയാക്കാനുമാണ് ഈ ചരിത്രം പല ആവർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിൽ കൂടെ പറഞ്ഞു തരുന്നത് എന്നുള്ളത്.
നമുക്കതിൽ നിന്നെടുക്കാനുള്ള ആശൂറാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചരിത്രത്തിലുള്ള വ്യക്തിത്വങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനും നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു പാഠം അത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ വാക്കിനെ വില കൽപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്താനും പുലർത്താനും പിന്തുടരാൻ തയ്യാറുള്ള ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ടെങ്കിൽ, മുതിർന്നവരും കുട്ടികളുമുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ കാര്യങ്ങൾ ദീനിലും ദുനിയാവിലും അത് നടത്തിത്തരും. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ അതാണ്. അള്ളാഹു അവരോട് പറയുന്നു, വലാ തഖാഫി വലാ തഹ്സനി, നീ ഭയപ്പെടണ്ട, നീ വ്യസനിക്കും വേണ്ട. ഇന്നാ റാദ്ദുഹു ഇലൈകി, നിശ്ചയം ആ കുട്ടിനെ ഞാൻ നിനക്ക് മടക്കിത്തരിക തന്നെ ചെയ്യും. ഇന്നാ റാദ്ദുഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ, കുട്ടിനെ മടക്കിത്തരുമെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ മുർസലീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഞാൻ ആ കുട്ടിനെയാക്കും, ദീനിൽ നേതാവാക്കും, ഞാൻ ദീനിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന ഒരു വ്യക്തിയാക്കും എന്നാണ് ആ മാതാവിനോട് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ മാതാവ് അത് തന്നെ ചെയ്തു എന്നുള്ളത്. അങ്ങനെ അവർ പെട്ടിയിലാക്കി കടലിട്ട ആ കുട്ടിയെ ഫൽതഖതഹു ആലു ഫിർഔൻ, ഫിർഔന്റെ കുടുംബം ആ കുട്ടിയെ കടലിൽ നിന്ന് പെറുക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ, ആ കടലിലുള്ള വെള്ളത്തിൻ്റെ ഓളങ്ങളിൽ കൂടെയും മറ്റും ആ പെട്ടി ഒഴുകിപ്പോയി. ഫിർഔനിൻ്റെ കുടുംബം അവർ കടലിലേക്ക് നീരാടാൻ വേണ്ടി കുളിക്കാനും മറ്റും ആ സമുദ്രത്തിൻ്റെ അടുത്തേക്ക് ചെന്ന സമയത്ത്, ആ ബഹറിൻ്റെ അതല്ലെങ്കിൽ ആ യമ്മിൻ്റെ അതല്ലെങ്കിൽ ആ നെഹറിൻ്റെ അടുത്തേക്ക് ചെന്ന സമയത്ത് അവർക്ക് അത്ഭുതത്തോടു കൂടെ ഒരു പെട്ടി വെള്ളത്തിൽ കാണുകയും അവരതിനെ അവിടെ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊട്ടാരത്തിൽ കൊണ്ടുപോയി പൊളിച്ചു നോക്കുകയും ചെയ്ത സമയത്ത് അതിൽ ആ കുഞ്ഞിനെ കാണുന്നവർ അത്ഭുതം. ആരും അത്ഭുതപ്പെടും, നമ്മളെല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു പെട്ടിയിൽ അടച്ചുപൂട്ടപ്പെട്ട നിലക്ക് ഒരു ചെറിയ കുഞ്ഞ് ജീവനോടെ. ഫൽതഖതഹു ആലു ഫിർഔന ലിയകൂന ലഹും അദുവൻ വഹസന, ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അത്ഭുതത്തോടു കൂടിയാണ് കൊണ്ടുപോയത്. പക്ഷേ അത് ആ കുട്ടിയെ കൊണ്ടുപോയതിന് ശേഷം പിന്നീട് അത് മാറി തിരിഞ്ഞു വന്നത് അവർക്ക് സങ്കടവും അവർക്ക് ശത്രുതയുമായി എന്നുള്ളതാണ്. ഫിർഔന്റെ കുടുംബത്തിൽ ആ കുട്ടിനോട് അവർക്ക് ശത്രുതയായി. ആ കുട്ടി കാരണം ആ കുടുംബത്തിൽ അവർക്ക് അവരുടെ അവസാനം വരെ വ്യസനമായി, അവർക്ക് ഭീഷണിയുമായി. ഇന്ന ഫിർഔന വഹാമാന വജുനൂദഹുമാ കാനു ഖാതിഈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിശ്ചയം ഫിർഔനും അവൻ്റെ ഭരണകൂടത്തിൽ തലയെടുപ്പുണ്ടായിരുന്ന ഹാമാനും അവർ ശക്തരും കരുത്തരും രാജ്യത്തിൻ്റെയും ഭരണത്തിൻ്റെയും കാവൽ ഭടന്മാരായി അവർ ഒരുക്കി തയ്യാറാക്കി തീറ്റിപ്പോറ്റി വളർത്തുന്ന അവരുടെ പട്ടാളക്കാരും കാനു ഖാതിഈൻ, അവർ പിഴവ് സംഭവിച്ചു അവർക്ക് എന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ തെറ്റുപറ്റി. ജനങ്ങളുടെ കണ്ണിൽ അവർ വലിയ സമർത്ഥരും നല്ല ചിന്തകന്മാരും നല്ല ബോധമുള്ളവരും തൻ്റെ ഇടമുള്ളവരുമാണെങ്കിലും അള്ളാഹുവിൻ്റെ കണ്ണിൽ അവർ തെറ്റുകാരും പാപികളുമായിരുന്നു. അതിനനുസരിച്ച് അള്ളാഹു അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കാനും തയ്യാറായിരുന്നു. വഖാലത്ത് ഇംറഅത്തു ഫിർഔന ഖുർറത്തു ഐനിൻ ലീ വലക്, ഫിർഔന്റെ ഭാര്യ ആസിയ ബിന്ത് മസാഹിം റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, ഖുർറത്തു ഐനിൻ ലീ വലക്, എനിക്കും നിങ്ങൾക്കും നമ്മുടെ കൺകുളിർമയാകാൻ സന്തോഷിക്കാൻ വേണ്ടി ഒരു കുട്ടി, ഒരു പോറ്റുമകൻ, സന്തോഷം എന്നത്. തഫ്സീറിൽ പറയുന്ന ഇത് ഭാര്യ പറഞ്ഞ സമയത്ത് അവിടെ വെച്ച് തന്നെ ഫിർഔൻ പറഞ്ഞു, ലക്കി വലൈസലി, നിനക്ക് കൺകുളിർമയാകുന്ന ആളാണ് കുട്ടി, എനിക്കിവനെ കണ്ടിട്ടിപ്പോഴും മനസ്സിക്ക് പിടിക്കുന്നില്ല, എനിക്കത് കൺകുളിർമയല്ല. അല്ലാഹു അഅലം. ഖുർറത്തു ഐനിൻ ലീ വലക് ലാ തഖ്തുലൂ, ദയവ് ചെയ്ത് കൊല്ലരുതേ. അസാ അൻ യൻഫഅനാ, ഈ കുട്ടി ഒരു പക്ഷേ നമുക്ക് ഉപകാരം ചെയ്തേക്കാം. ആസിയ റളിയല്ലാഹു അൻഹക്ക് ഉപകാരം ചെയ്തു. ഔ നത്തഖിദഹു വലദൻ, അല്ലെങ്കിൽ നമുക്ക് ഉപകാരം അല്ലെങ്കിൽ ഒരു പോറ്റുമകനായിട്ട് അവനെ സ്വീകരിക്കാം. വഹും ലാ യശൂറൂൻ, ഈ കുട്ടി കൊണ്ട് എന്താണ് വരാൻ പോകുന്നു, അതുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു പിടിയുമില്ല, ഒരു അറിവുമില്ല. ആസിയ റളിയല്ലാഹു അൻഹക്ക് ഈ കുട്ടി കൺകുളിർമയായി. ആ കുട്ടി കാരണം ആസിയ റളിയല്ലാഹു അൻഹ അവർക്ക് ഹിദായത്ത് ലഭിച്ചു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിൽ അവർ വിശ്വസിച്ചു. അവർ ഈ ലോകത്തും പരലോകത്തും ആദരണീയയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനാത്തുകളായ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർ മോശക്കാരാണെങ്കിൽ പോലും അവരുടെ ദീനിനും ആദർശത്തിനും സഹായിക്കാത്ത ഭർത്താക്കന്മാരുടെ കീഴിൽ പ്രയാസപ്പെട്ടുകൊണ്ട് പോകുന്ന സ്ത്രീകളാണെങ്കിൽ പോലും അവർക്ക് മാതൃകയാക്കാൻ, അവർക്ക് പാഠമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന പറഞ്ഞു തന്ന ഒരു സ്ത്രീയാണ് ഫിർഔനിന്റെ ഭാര്യ എന്ന് പറയുന്നത്, ആസിയ ബിന്ത് മസാഹിം. അവർ മൂസാ നബിയിൽ വിശ്വസിച്ചതിൻ്റെ ശേഷം ഫിർഔൻ അവരെ മൃഗീയമായി പീഡിപ്പിക്കുമായിരുന്നു, മാരകമായി കഷ്ടപ്പെടുത്തുമായിരുന്നു. അവരവരുടെ ആദർശത്തിൽ അടിയുറച്ചു നിന്നു. കൊട്ടാരത്തിൻ്റെ പളപളപ്പിലോ രാജാവിൻ്റെ സ്ഥാനമാനങ്ങളിലോ ദുന്യവിയായ അനുഗ്രഹങ്ങളിലോ മതിമറക്കാതെ, തൻ്റെ ആദർശം കൈയൊഴിയാതെ അവൻ്റെ മർദ്ദന പീഡനങ്ങളിൽ അടിയുറച്ചു നിൽക്കുക, അതിൽ ക്ഷമിക്കുകയും തൻ്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത് അള്ളാഹുവിനോട് എനിക്ക് ഫിർഔനിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവെ രക്ഷ നൽകണം,
നിന്റെ സ്വർഗത്തിൽ നീ എനിക്കൊരു ഭവനം ഒരുക്കി തയ്യാറാക്കി തരണമെന്ന് പറഞ്ഞു. അള്ളാഹു അവർക്കത് നൽകുകയും അവരെ നമുക്ക് മുഅ്മിനാത്തുകളായ സ്ത്രീകൾക്ക് മാതൃകയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തരികയും ചെയ്തു. അവർ പറഞ്ഞു, ഈ കുട്ടി നമുക്കൊരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു പോറ്റുമകനായിട്ടെങ്കിലും അവനെ സ്വീകരിക്കാം, അവർക്ക് കാര്യങ്ങൾ അറിയൂല. വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ, കുട്ടിയെ ലഭിച്ചു, കുട്ടി സുരക്ഷിതനായി. പക്ഷെ കുട്ടിനെ കടലിലേക്ക് എറിഞ്ഞ, അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ച കുട്ടിയുടെ മാതാവുണ്ട് മറുഭാഗത്ത്. ആ സ്ത്രീയുടെ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ, മൂസാ നബിയുടെ മാതാവിൻ്റെ ഹൃദയം അത് കാലിയായി കിടക്കുകയാണ്. കുട്ടിയുടെ ചിന്തയല്ലാതെ മറ്റു ഒന്നും ആ മാതാവിൻ്റെ മനസ്സിൽ. സ്വാഭാവികമായിട്ടും അങ്ങനെയായിരിക്കും. മുല കൊടുക്കുന്ന സമയത്ത് മുലയൂട്ടുന്ന ഒരു കുഞ്ഞ് കുറച്ച് സമയം ആ മാതാവിൻ്റെ അടുത്ത് നിന്ന് അതൾ മാറി നിന്നാൽ ആ സ്ത്രീകൾക്കുണ്ടാകുന്ന ഉത്കണ്ഠയും അസ്വസ്ഥ്യവും വ്യസനവും അത് താങ്ങാൻ കഴിയാത്തതാണ്. അവരോട് ചോദിച്ചാൽ അത് മനസ്സിലാവും. അവരുടെ മനസ്സ് കാലിയായി വേറെ ഒരു ചിന്തയുമില്ല ഇതല്ലാതെ. ഇൻകാദത്തുബിഹി, ഈ രംഗം, ഈ സംഭവം അവർ പരസ്യമായിട്ട് വിളിച്ച് പറഞ്ഞാലോ അതിന് മാത്രമായി, എൻ്റെ കുട്ടിയാണത്, ഞാൻ പേടിച്ചതിങ്ങനെ ചെയ്തതാണ്, അതിനെനിക്ക് തിരിച്ചു തരണമെന്ന് ആ സ്ത്രീ വിളിച്ച് പറഞ്ഞാലോ. സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ ക്ഷമയും സ്വബറും സമാധാനവും അവരുടെ പ്രകൃതിപരമായിട്ട് കുറവായിരിക്കും. അവർക്ക് അങ്ങനെ മനസ്സിനെ അടക്കി ഒതുക്കി നിർത്താൻ പലപ്പോഴും കഴിയൂല. ആ നിലക്ക് ലൗല അർറബത്ന അലാ ഖൽബിഹ ലിതകൂന മിനൽ മുഅ്മിനീൻ, അവർ ശരിയായ വിശ്വാസിനിയായിരുന്നു, അള്ളാഹുവിൽ വിശ്വാസം കൃത്യമായ നല്ലൊരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ അള്ളാഹു ഒരു ഭദ്രതയും ഒരു കെട്ടുറപ്പും ഒരു സമാധാനം ഇട്ടുകൊടുത്തപ്പോൾ അവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സിന് നമുക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉത്കണ്ഠകളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കെട്ടുറപ്പോടുകൂടെ ഭദ്രതയോടുകൂടെ മനസ്സുറപ്പോടുകൂടെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഈമാൻ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മൾ കൃത്യമാക്കണം എന്നാണ് ഇതിൽ കൂടെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യം. നമ്മൾ ദീനിൻ്റെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ അത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ശരിയായ വിശ്വാസത്തോടുകൂടെ മുന്നേറുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു ഇതുപോലത്തെ വിപത്തുകളിൽ, ദുരിതങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ, ഭീഷണികളിൽ നമുക്ക് അടിയുറച്ച ആദർശത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. പതറാതെ, കാല് തെറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയും. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ കാര്യത്തിൽ ഈ മനസ്സിൻ്റെ കെട്ടുറപ്പും കാര്യങ്ങളും പരാമർശിച്ചത് ആയത്തുകളിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും. വഖാലത് ലി ഉഖ്തിഹി ഖുസ്സി, മാതാവ് ക്ഷമിച്ചു, പരസ്യമായിട്ടത് വിളിച്ചു പറയാതെ. എന്നാലും മൂസാ നബിയുടെ സഹോദരി വലിയ പെൺകുട്ടിയുണ്ടായിരുന്നു അവിടെ. ആ മകളോട് പറഞ്ഞു, ഖുസ്സിഹി, മൂസയുടെ കാര്യമൊന്ന് പോയി അന്വേഷിച്ചു നോക്കെ. സ്വാഭാവികമായിട്ടും പെട്ടിയിലാക്കപ്പെട്ട നിലയ്ക്ക് ഒരു കുട്ടിയെ വെള്ളത്തിൽ നിന്ന് കൊട്ടാരത്തിൽ ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ വാർത്ത സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിൽ അത് സ്പ്രെഡാവുകയും അത് പരക്കുകയും പ്രചരിക്കുകയും ആളുകൾ കൊട്ടാരത്തിലേക്ക് അത്ഭുത ബാലനെ കാണാൻ വേണ്ടി പലരും ചെല്ലുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ മൂസാ നബിയുടെ സഹോദരി, ആ കുടുംബത്തിലുള്ള വലിയ പെൺകുട്ടി, മൂസാ നബി അന്വേഷിച്ചുകൊണ്ട് കൊട്ടാരം ലക്ഷ്യമാക്കി കൊണ്ടുചെന്നു. ഫബസുറത് ബിഹി അൻ ജുനുബിൻ വഹും ലാ യശഊറൂൻ, അവർക്ക് ഈ പെണ്ണിനെ കുറിച്ച് അറിയൂല, ആ കുട്ടീൻ്റെ സഹോദരിയാണിത് എന്നറിയൂല. വളരെ ദൂരെ നിന്ന് ആ കുട്ടിയുടെ രംഗവും അവിടെ നടക്കുന്ന സംസാരങ്ങളും അവിടുത്തെ സംഭാഷണങ്ങളും, ഈ പെൺകുട്ടി വളരെ പക്വതയുള്ള സഹോദരിയായിരുന്നു. അവരത് കണ്ട് മനസ്സിലാക്കിപ്പോയി. വഹറംനാ അലൈഹിൽ മറാദിഅ മിൻ ഖബൽ, അങ്ങനെ ആ ചെറിയ കുട്ടിക്ക് മുലയൂട്ടണം. അതിന് കൊട്ടാരത്തിൽ നിന്നുള്ള ആളുകൾ പല സ്ത്രീകളെയും അവർ ആ കുട്ടിക്ക് മുലയൂട്ടാൻ വേണ്ടി ക്ഷണിച്ചു കൊണ്ടുവന്നു ശ്രമിച്ചു നോക്കി. പക്ഷേ മറ്റുള്ള സ്ത്രീകളുടെ മുലയൊന്നും ആ കുഞ്ഞ് അത് കുടിക്കാതെ, അത് സ്വീകരിക്കാതെ, അത് നിഷിദ്ധമായ രൂപത്തിൽ ആ കുട്ടിക്കത് പറ്റാത്ത നിലക്കുള്ള. ഫഖാലത്ത് ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ, അപ്പോൾ കൊട്ടാരത്തിൽ അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് ഈ കുഞ്ഞിന് മുലയൂട്ടാൻ പറ്റുന്ന, ആ കുഞ്ഞു മുല സ്വീകരിക്കുന്ന ഒരു സ്ത്രീയെയാണ് അവർക്ക് ആവശ്യമുള്ളത്. അങ്ങനെ വന്നപ്പോൾ ഈ സഹോദരിയായ പെണ്ണ് വളരെ പക്വതയോടുകൂടെ ആ കുട്ടി, ഈ സഹോദരി പറഞ്ഞു, ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യഖ്ഫുലൂനഹു ലക്കും, ഈ കുട്ടിയുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും അതിനെ മുല കൊടുക്കാനും അതിനെ സംരക്ഷിക്കാനും പറ്റുന്ന ഒരു വീട്ടുകാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരം നൽകട്ടെയോ? വളരെ പക്വതയോടെ തൻ്റെ അടുത്തോടുകൂടെ. വഹും ലഹു നാസിഹൂൻ, ആ പറയുന്ന വീട്ടുകാർ ഈ കുട്ടിക്ക് നസീഹത്തുള്ള ഗുണകാംക്ഷികളായിരിക്കും. ഒരു ഉപദ്രവവും ഒരു പ്രയാസവും വരുത്താതെ ആ കുഞ്ഞിനെ അവർ മുലകൂട്ടി അതിനെ സംരക്ഷിച്ച് വളർത്തി വലുതാക്കും എന്ന് പറഞ്ഞു. തഫ്സീറുകൾ ചില സ്ഥലത്ത് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ആ വീട്ടുകാരെ പറ്റും, ആ വീട്ടുകാരും ഈ കുട്ടിയും തമ്മിൽ ഇത്ര ബന്ധം, എന്താണ് ഈ അത് പറയാൻ കാരണം?
അപ്പോൾ ആ പെൺകുട്ടി അവരോട് പറഞ്ഞു എന്നുള്ളതാണ്, ദരിദ്രരാണ് ഞങ്ങൾക്ക് കൊട്ടാരത്തിൽ നിന്ന് അതിൻ്റെ പേരിൽ ഫണ്ടും അതേപോലെ തന്നെ ശമ്പളവും ആനുകൂല്യങ്ങളും സംരക്ഷണം ലഭിക്കും എന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ തെറ്റിദ്ധാരണ അവർക്ക് പോയി. അവർ സ്വീകരിച്ചു, ഈ പെൺകുട്ടിയുടെ ഈ സഹോദരിയുടെ സംസാരം അവർ സ്വീകരിച്ചു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫറദദ്നാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ. ആ കുഞ്ഞിനെ അല്ലാഹു സുബ്ഹാനഹു വതആല വളഞ്ഞു തിരിഞ്ഞ് കറങ്ങി ആ കുഞ്ഞിനെ ആരിൽ നിന്നാണോ ഭയപ്പെട്ടിരുന്നു, പേടിച്ചിരുന്നു, അവരുടെ സംരക്ഷണത്തിൽ കൂടെ, അവരിൽ നിന്നുള്ള ശമ്പളവും ആനുകൂല്യവും അംഗീകാരത്തോടുകൂടെ മാതാവിൻ്റെ കയ്യിലേക്ക് നമ്മൾ ആ കുഞ്ഞിനെ മടക്കി കൊടുത്തു എന്നുള്ളത്. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, ആ കുഞ്ഞിൻ്റെ മാതാവിലേക്ക് നമ്മൾ അതിനെ മടക്കി കൊടുത്തു. കൈ തഖറ ഐനുഹ, അതിൻ്റെ മാതാവിൻ്റെ കണ്ണ് കുളിർമയാവാൻ, വലാ തഹ്സൻ, അവൾ വ്യസനിക്കാതിരിക്കാൻ, വലിതഅലം, അവൾ കൃത്യമായി അറിയാനും, അവൾ അറിഞ്ഞ ആ അറിവിൽ, ആ ഉറപ്പിൽ അവൾ മുന്നേറാനും, അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിൻ്റെ വാഗ്ദാനം അത് സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക് പറഞ്ഞാൽ അതിന് എതിര് ചെയ്യാത്തവനാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ കൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ കൂടെയും മുഅ്മിനീങ്ങളായ ആളുകളോട് പല വാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന വാക്കിൽ നമുക്ക് അല്ലാഹുവിനെ വിശ്വാസം വേണം, നമ്മൾ അല്ലാഹുവിനെ വിശ്വാസം എടുക്കാൻ തയ്യാറാവണം എന്നുള്ളത്. അല്ലാഹു പറയുന്നു, വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ ബഹുഭൂരിഭാഗം മനുഷ്യർക്കും കാര്യം കൃത്യമായി അറിയുകയില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഒരാൾ ഈ ലോകത്ത് മുന്നേറാണെന്നുണ്ടെങ്കിൽ അവൻ അകപ്പെട്ട ഏത് വിപത്താണെങ്കിലും അതിന് പുറത്തു കടക്കാനുള്ള പരിഹാരമാർഗം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവൻ വിചാരിക്കാത്ത ഭാഗത്തിൽ കൂടെയുള്ള വിഭവങ്ങളും സൗകര്യങ്ങളും അല്ലാഹു ഒരുക്കി കൊടുക്കുമെന്നുള്ളത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഅ്മിനീങ്ങളായ അടിമകളെ സഹായിക്കും, അവർക്ക് സംരക്ഷണം നൽകും. ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, അല്ലാഹു പറയും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. ഒരുപാട് വാഗ്ദാനങ്ങൾ ഖുർആനിൽ കൂടെ അല്ലാഹു നമ്മോട് നൽകിയതുണ്ട്. സ്ത്രീകളും പുരുഷന്മാരുമായ ആളുകൾ ആ പറയുന്ന വാഗ്ദാനങ്ങൾ, ഈ പറയുന്ന മുൻഗാമികളായ ആളുകൾ അവരതിന് വില കൊടുത്തതുപോലെ അത് സ്വീകരിക്കാൻ തയ്യാറായതുപോലെ തയ്യാറാവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വാക്കുകൾ കൃത്യമായി പാലിക്കും, വാഗ്ദാനങ്ങൾ അവൻ പാലിക്കും, അത് നടപ്പാക്കി കാണിച്ചു തരികയും ചെയ്യും. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അങ്ങനെ മാതാവ് ആ കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ്, പോറ്റി വളർത്താണ്. അവർക്ക് ഭരണകൂടത്തിൽ നിന്നുള്ള ഫണ്ട്, സമ്മാനങ്ങൾ, ആനുകൂല്യങ്ങൾ, സംരക്ഷണങ്ങൾ, സമൂഹത്തിൽ പേര്, പ്രശസ്തി എല്ലാം ആ മാതാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു എന്നുള്ളത്. വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവാ, അങ്ങനെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് പ്രായവും പക്വതയും ഒക്കെ വന്നതിൻ്റെ ശേഷം ആതൈനാഹു ഹുക്മൻ വ ഇൽമൻ, അദ്ദേഹത്തിന് അറിവും വിജ്ഞാനവും നാം നൽകിയിരുന്നു. രണ്ട് അഭിപ്രായങ്ങൾ ഉലമാക്കൾ പറയുന്നു. അദ്ദേഹത്തിൻ്റെ കൗമാരത്തിൻ്റെ ആ പ്രായത്തിലാണെങ്കിൽ പോലും സാധാരണ മറ്റുള്ളവർ ആ പ്രായത്തിലുള്ള കുട്ടികളെ പോലെ അല്ലാത്ത നല്ല ഒരു തൻ്റെടവും പക്വതയും നല്ല ബനൂ ഇസ്രായേലുള്ള മുസ്ലിം മുഅ്മിൻ കുടുംബത്തിൽ വളർന്ന ഒരു കുട്ടിയായപ്പോൾ ആ ഒരു നന്മയും കാര്യങ്ങളും അദ്ദേഹം പുലർത്തിയപ്പോൾ, തൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള പക്വതയും തൻ്റെടവും അദ്ദേഹം പുലർത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് നൽകാത്ത നിലക്കുള്ള ഇൽമും ഹിക്മത്തും വിജ്ഞാനവും അദ്ദേഹത്തിന് ആ കുട്ടിക്ക് നൽകി എന്നുള്ളത്. കൗമാരക്കാരായ കുട്ടികൾ, ചെറിയ പ്രായത്തിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ഈ സദസ്സിലൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നാവണം, മുന്നേറണം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആ ഒരു നിലക്കുള്ള ആളുകളായി ഉയരണം. സമൂഹത്തിന് നിങ്ങളാൽ നന്മയും ഖൈറും മാതാപിതാക്കൾക്കും കുടുംബത്തിനും അതുവാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം പരിശോധിക്കണം എന്നുള്ളത്. ഇവിടെ വെച്ച് പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളും നല്ലതായ കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി നല്ല നിലയ്ക്ക് നിങ്ങൾ ചെയ്ത് മുന്നേറാൻ തയ്യാറായാൽ, അള്ളാഹുമായിട്ടുള്ള ബന്ധം നല്ല നിലയ്ക്ക് നിങ്ങൾ പുലർത്താൻ തയ്യാറാവുന്ന പക്ഷം യുവത്വത്തിൽ തന്നെ, കൗമാരത്തിൽ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ, വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, അള്ളാഹുവിൻ്റെ ഇബാദത്തിലും ത്വാഅത്തിലുമായി വളർന്നു വലുതായ യുവാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൻ്റെ പ്രത്യേകമായ നിഴൽ കൊണ്ടവനെ ആദരിക്കും മഹ്ശറയിൽ വെച്ച് എന്ന്. അങ്ങനെ വലുതായി വളർന്നു വരുന്ന സമയത്ത് അള്ളാഹു പ്രത്യേകമായ നിലക്കുള്ള അറിവും കാര്യങ്ങളും പക്വതയും ഖൈറാത്തുകളും നിഅമത്തുകളും അവർക്ക് നൽകും എന്നുള്ളത്. നല്ല നിലക്ക് ദീനിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും ഉയരാനുള്ള അവസരങ്ങളും തൗഫീഖുകളും അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാകും എന്നുള്ളത് ഉണ്ടാകും. വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവ ആതൈനാഹു ഹുക്മൻ വ ഇൽമൻ വകദാലിക നജ്സിൽ മുഹ്സിൻ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ, മൂസാ നബിയുടെ ചരിത്രത്തിൽ
അതേപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫ, യുവാക്കളുടെ, ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലും അള്ളാഹുവിൻ്റെ ഇതുപോലത്തെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്രകാരം നന്മ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിനോടുള്ള നന്മ, അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ടുള്ള ബോധത്തോടു കൂടെയുള്ള ഇഹ്സാൻ, അള്ളാഹുവിൻ്റെ അടിമകളോട് കഴിവിൻ്റെ പരമാവധി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി വളർന്നു വരുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമും ഹിക്മത്തും അറിവും പഠിച്ച് മുന്നോട്ട് പോയി നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ഉയരാൻ തൗഫീഖ് നൽകും എന്ന്. അങ്ങനെ വദഖലൽ മദീനത അലാ ഹീനി ഗഫലത്തിൻ മിൻ അഹ്ലിഹാ, ഒരു ദിവസം അദ്ദേഹം കൊട്ടാരത്തിൻ്റെ സംരക്ഷണത്തിലാണ്, കൊട്ടാരത്തിൻ്റെ പോറ്റുമകനാണ്, നാട്ടിലുള്ള പൂർണ്ണ ആദരവോടുകൂടെ വളർന്നു വലുതാകാണ്. ആ സമയത്ത് നാട്ടുകാരായ ആളുകളൊക്കെ അവർ അശ്രദ്ധയുടെ സമയം, അശ്രദ്ധ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഉച്ച ഉറക്കത്തിൻ്റെ ആ വിശ്രമത്തിൻ്റെ സമയത്താണ്. അതല്ല മറ്റ് ചില ഏത് സമയത്താണെങ്കിലും, പ്രത്യേകിച്ച് പട്ടണത്തിൽ കൂടുതൽ ആളുകളൊന്നും ഇല്ലാത്ത, ജനങ്ങളെല്ലാവരും വീട്ടിൽ വിശ്രമിക്കുന്ന ആ സമയത്ത് മൂസാ നബി വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്, നാടൊക്കെന്ന് കാണാൻ വേണ്ടിയിട്ടും നാട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടും. അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഫവജദ ഫിഹാ റജുലൈനി യഖ്തതിലാനി ഹാദാ മിൻ ശിയാത്തിഹി വഹാദാ മിൻ അദ്വി, രണ്ടാളുകൾ അവിടെ വെച്ച് സംഘട്ടനത്തിൽ ഏർപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഒരാൾ ബനു ഇസ്രായേൽപ്പെട്ട വ്യക്തിയാണ്, മറ്റേയാൾ അവരുടെ ശത്രുപക്ഷത്തുള്ള ഖിബ്തിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പട്ടാളക്കാരനുമാണ്. ഈ പട്ടാളക്കാരായ ആളുകൾ മൃഗീയമായ നിലക്ക് ബനു ഇസ്രായേൽ പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തി അവരെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ഈ രംഗാണ് കണ്ടത്. അപ്പോൾ ഈ ബനു ഇസ്രായേൽപ്പെട്ട ഈ മനുഷ്യനെ കൊണ്ട് കഷ്ടപ്പെടുത്തി ഭാരിച്ച ജോലി ഈ പറയുന്ന ഖിബ്തിയായ പട്ടാളക്കാരൻ ചെയ്യുന്ന ആ രംഗമാണ് മൂസാ നബിയുടെ കണ്ണിൽ കണ്ടത്. ഫസ്തഗാസഹു അല്ലദീ മിൻ ശിയാത്തിഹി അലല്ലദീ മിൻ അദുവ്വിഹി, അപ്പോൾ മൂസാ നബിയുടെ ആ കുടുംബത്തിൽപ്പെട്ട ബനു ഇസ്രായേൽപ്പെട്ട, മാതാവ് മുല കൊടുത്ത് വളർത്തിയപ്പോൾ കുടുംബ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബനു ഇസ്രായേൽപ്പെട്ട ആ മനുഷ്യൻ സഹായത്തെ തേടി, അലല്ലദീ മാനുഷികമായ സഹായം തേടി അവിടെ വെച്ച് ഖുറാഫികൾ പറയുന്ന മരിച്ചുപോയ കിലോമീറ്റർ ദൂരത്തുള്ള ആളുകളോട് ഇസ്തിഗാസ നടത്തുന്നതിന് ഇതൊന്നും ഒരിക്കലും തെളിവേ അല്ല. മാനുഷികമായി നമുക്ക് അനുവാദമുള്ള ആ സഹായം ആവശ്യപ്പെട്ടു, അത്രയേ ഉള്ളത്. ഫസ്തഗാസഹു അല്ലദീ മിൻ ശിയാത്തിഹി അലല്ലദീ മിൻ അദുവ്വി, ആ ശത്രുവായ പട്ടാളക്കാരനെ എതിൽ പ്രതിരോധിക്കാൻ വേണ്ടി സഹായം ആവശ്യപ്പെട്ടു ബനു ഇസ്രായേൽപ്പെട്ട്. ഫവക്കസഹു മൂസ ഫഖളാലി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്രതീക്ഷിതമായിട്ട്, അദ്ദേഹം ഉദ്ദേശിച്ചുകൊണ്ടല്ല, കൊല്ലാൻ വേണ്ടി കരുതിയതല്ല, അദ്ദേഹം അത് ഉദ്ദേശിക്കാതെ ഒരു പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് ഒരു ഇടി കൊടുത്തു എന്നുള്ളത് പട്ടാളക്കാരന്. കൈ ചുരുട്ടിപ്പിടിച്ച് കുത്തുകൊടുക്കുന്നതിന് വഖ്സ് എന്ന് അറബിയിൽ പറയാം. ഫഖള അലൈ, അതോടുകൂടെ ആ മനുഷ്യൻ, ആ പട്ടാളക്കാരൻ അവിടെ അവൻ്റെ ജീവൻ പോയി, അവിടെ വീണു, അവൻ തീർന്നു കഴിഞ്ഞു, അവസാനിച്ചു. അപ്പോൾ മൂസാ നബി അറിയാതെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ് ഒരു പ്രതിരോധം എന്നുള്ള നിലയ്ക്ക്. തൻ്റെ കുടുംബത്തിൽ ഇവിടെ മർദ്ദിതനായ ആൾക്ക് സഹായം ചെയ്തതാണ്, അത് അനുവാദമുള്ളതാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. അക്രമിയായ ആളുകൾ തടയേണ്ടത് നമ്മുടെ കടമയിൽപ്പെട്ടതാണ്, കഴിവുണ്ടെങ്കിൽ ബാധ്യതയാണ്. അദ്ദേഹം അത് ചെയ്തതാണ്, കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഈ സംഭവം അവിടെ നടന്ന സമയത്ത് അദ്ദേഹത്തിന് കുറ്റബോധമായി, ഖേദമായി, പാടില്ലാത്തതായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. നാട്ടിലുള്ള ഭരണകൂടത്തിനോട് ഏറ്റുമുട്ടലോ അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഇങ്ങനത്തെ ഒരു സമയത്ത് ഒറ്റയടിക്ക് തന്നെ ആ മനുഷ്യനെ കൊല്ലുക, ഇതൊന്നും പാടില്ലാത്തതാണ്. ഖാല ഹാദാ മിൻ അമലി ശൈത്വാൻ, ഇത് പിശാചിൻ്റെ പണിയാണ്, പിശാച് ഒപ്പിച്ചതാണിത്. അദ്ദേഹത്തിന് മുഅ്മിനീങ്ങളായ ആളുകളെ അപകടപ്പെടുത്താൻ പിശാച് ഇതുപോലത്തെ കളികൾ കളിക്കും. ഇന്നഹു അദുവ്വുൻ മുളില്ലുൻ മുബീൻ, പിശാച് അത് എപ്പോഴും അവൻ നമ്മുടെ വ്യക്തമായ ശത്രുവാണ്, നമ്മളെ വഴികേടിലാക്കുന്ന ആളാണ്. അത് പ്രത്യക്ഷമായി അവൻ്റെ ശത്രു നമ്മളോട് പുലർത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് കുറ്റബോധമായി, പശ്ചാത്താപമായി. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മുഅ്മിനായ മനുഷ്യൻ, അവൻ്റെ അടുത്ത് അപ്രതീക്ഷിതമായ ഒരു തെറ്റ് പറ്റിപ്പോയാൽ ഉടനെ തന്നെ അവർ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ വിശേഷണമാണ്. ആ വിശേഷണത്തോടുകൂടി അദ്ദേഹം ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് തെറ്റുപറ്റി, ഞാൻ എൻ്റെ ശരീരത്തിലുള്ള അക്രമം കാണിച്ചു, എനിക്കിനി പുറത്തു തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല, തെറ്റുപറ്റിയതാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടുക എന്നുള്ളതില്ല. അതോടുകൂടി അദ്ദേഹം തൗബയും പശ്ചാത്താപവും ഖേദവും സങ്കടവും അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്തു. ഖാല റബ്ബി ബിമാ അൻഅംത അലയ്യ ഫലൻ അകൂന വഹീറൻ ലിൽ മുജ്രിമീൻ, അള്ളാഹുവേ നീ എനിക്ക് നിഅമത്ത് ചെയ്തത് കാരണം അതിന് നന്ദിയായിക്കൊണ്ട് തമ്മാടികൾ എവിടെയുണ്ടോ അവർക്ക് എൻ്റെ ഭാഗത്തിൽ നിന്ന് ഒരു സഹായം ലഭിക്കൂല എന്ന് അള്ളാഹുവിന് ഒരു വാക്കും കൊടുത്തു. ശക്തമായ വ്യക്തമായ നസുഹായ തൗബ അദ്ദേഹം അവിടെ നടത്തി. ആ തെറ്റ് അദ്ദേഹത്തിനടുത്ത് വരുന്നതിൻ്റെ മുമ്പുള്ളതിലേറെ ഉന്നതമായ ഒരു പദവിയിലേക്ക് അദ്ദേഹം കയറി നിന്ന് ഉയർന്നു എന്നുള്ളത്. ഫഅസ്ബഹ ഫിൽ മദീനത്തി ഖായിഫൻ യതറഖബ്, അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ ഒരു പറയുന്ന തെറ്റ് പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ കയ്യാലെയാണ്. അതിൻ്റെ ഭവിഷ്യത്തുകൾ പേടിച്ചുകൊണ്ട് പട്ടണത്തിൽ അദ്ദേഹം കഴിച്ചുകൂട്ടി. അന്വേഷണം വരും, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും, വിചാരണ വരും, തെളിവെടുപ്പ് വരും. ഇതെങ്ങാനും അറിഞ്ഞു എന്നുണ്ടെങ്കിൽ വലിയ തെറ്റാണ്, കുറ്റമാണ്.
فأصبح في المدينة خائفا يترقب فإذا الذي استنصره بالأمس يستصرخه. പിറ്റേ ദിവസം വന്നു നോക്കുമ്പോഴും ഇന്നലത്തെ ആ ബനൂ ഇസ്രായേൽപ്പെട്ട ആള് വീണ്ടും മറ്റൊരു പട്ടാളക്കാരനുമായിട്ടുള്ള വാക്ക് തർക്കങ്ങളിൽ മൂസാ നബിയോട് സഹായത്തെ തേടിക്കൊണ്ട്. അപ്പോൾ ഇതൊരു വിഷയമാണ്. ഈ പറയുന്ന ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ഇവന്റെ കയ്യിലിരിപ്പിലും എന്തോ ചില വീഴ്ചകളുണ്ട് എന്നുള്ളത്. ബലഹീനരായിരിക്കും, സത്യത്തിന്റെ ആളുകളായിരിക്കും, ഹക്കിന്റെ ആളുകളായിരിക്കും, സഹായം അർഹപ്പെട്ട ആളുകളായിരിക്കും. പക്ഷെ എന്നാലും ചില വിഡ്ഢിത്തരങ്ങൾ ചില ആളുകൾ ഒപ്പിക്കും. ചില ആളുകൾ ശുദ്ധരാണെങ്കിലും അവർ ദുഷ്ടരുടെ ഫലം ചെയ്യുന്ന ആളുകളുണ്ടാകും. അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ടാകും, വീഴ്ചകളുണ്ടാകും. ബലഹീനരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എതിർപക്ഷത്തുള്ള ആളുകളെ പ്രകോപിപ്പിക്കാനോ അവർ ഏതെങ്കിലും പ്രകോപനത്തിൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ ആയിട്ട് വരുമ്പോഴേക്കും ചാടി വീഴാനോ നമ്മൾ നിൽക്കരുതേ. നമ്മൾ ക്ഷമിക്കണം, ക്ഷമാവലംബിക്കണം, വരും വരായികൾ ചിന്തിക്കണം. എടുത്തു ചാട്ടം ഒരിക്കലും നമ്മുടെ ഭാഗത്തുണ്ടാവരുതേ. നമ്മൾ സത്യത്തിൻ്റെ ആളുകളാണെങ്കിൽ പോലും, അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹരാണ് എന്നുണ്ടെങ്കിൽ പോലും ചില ഭാഗത്ത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമിക്കാനും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാനൊക്കെ തയ്യാറാവേണ്ടി വരും. ഈ രംഗം രണ്ടാമത്തെ ദിവസം കണ്ട സമയത്ത് മൂസാ നബിയോട് സഹായത്തെ ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞു, ഖാല ലഹു മൂസ ഇന്നക ലഗവിയ്യുൻ മുബീൻ. വല്ലാത്തൊരു വഴിപേച്ച ഒരാളെ, ഇന്നലെ ഒരാളേറ്റും പരാതി, ഇന്ന് വേറെ ആട്ടും പരാതി, ഒരു കുഴപ്പത്തിന് കാരണക്കാരനായിട്ടുള്ള ഒരവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. എന്നാലും മൂസാ നബി ഈ മനുഷ്യൻ നിസ്സഹായനാണ്, അർഹനാണ് എന്നുള്ള ആ ധാരണയിൽ ഫലമ്മ അൻ അറാദ അൻ യബ്തുശ ബില്ലദീ ഹുവ അദുവ്വൻ ലഹുമ, ഇന്നലത്തതുപോലെ ശത്രുപക്ഷത്തുള്ള ആ ഖിബ്തിയ പട്ടാളക്കാരനെ പിടിക്കാൻ വേണ്ടി കൈ നീട്ടാൻ വേണ്ടി മൂസാ നബി ഉദ്ദേശിച്ചപ്പോഴേക്ക് ഈ ബനൂ ഇസ്രായേൽപ്പെട്ട ആൾ പറഞ്ഞു, യാ മൂസ അതുരീദു അൻ തഖ്തുലനി കമാ ഖതൽത നഫ്സൻ ബിൽ അംസ്. ഇന്നലെ ഒരാളെ നീ കൊന്നു ഖിബ്തികളിൽപ്പെട്ട്, ഇന്നിപ്പോൾ നീ എന്നെ കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത്? ഇന്നലെ സഹായം ചെയ്തതാണ്. ഇതും തന്നെ ചില ആളുകളുടെ ചില വിഡ്ഢിത്തരങ്ങളിൽപ്പെട്ടത്. എന്തെങ്കിലും ഒരു സഹായമോ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതിൻ്റെ പേരിൽ പിന്നീട് അവർ ഈ ചെയ്തു കൊടുത്ത വ്യക്തിയെ അപകടത്തിൽ ചാടിക്കും, ഉപദ്രവം ഉണ്ടാക്കും. അറിഞ്ഞോ അറിയാതെ അവർക്ക് ആ ചെയ്തു കൊടുത്ത ഉപകാരം അത് പിന്നീട് ഒരു ഉപദ്രവമായി ഭവിക്കുന്ന ചില സംഭവങ്ങൾ, അനുഭവങ്ങളൊക്കെ കാണും. അത് വളരെ ഗൗരവമുള്ളതാണ്. നമുക്കൊരാൾ സഹായം ചെയ്തു തന്നാൽ ആ വ്യക്തിക്ക് നമ്മളെ കയ്യാലെ പിന്നീട് ഒരു ഉപദ്രവം ഉണ്ടാവാനല്ല ഒരിക്കലും നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ കരുതലുമാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നലെ ഒരാളെ നീ ആക്രമിച്ചതുപോലെ ഇന്നിപ്പോ നീ എന്നെ കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത്? ഇൻ തുരീദു ഇല്ല അൻ തകൂന ജബ്ബാറൻ ഫിൽ അർദി വമാ തുരീദു അൻ തകൂന മിനൽ മുസ്ലിഹീൻ. നീ ഭൂമിയിൽ ഒരു അഹങ്കാരിയെ നടക്കാൻ നിന്റെ ഉദ്ദേശം മൂസ, നീ കാര്യങ്ങളൊക്കെ നന്നാക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല. ഇന്നലെ ഒരു നന്മ ചെയ്തു കൊടുത്തതാണ്, സംരക്ഷണം നൽകിയതാണ്. ഒരുപാട് ആവശ്യമില്ലാത്ത ആരോപണങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഇല്ലാത്ത ഒരുപാട് വാക്കുകളും മഹാനായ ആ പ്രവാചകൻ, ആ യുവാവ് കേൾക്കേണ്ടി വരികയാണ്. ഈ വാക്ക് ബനൂ ഇസ്രായേൽപ്പെട്ട ആളെ നാവിൽ നിന്ന് ചാടാനിടയല്ലാതെ ഖിബ്തി നേരെ കൊട്ടാരത്തിലേക്ക് ഓടുകയും ഇന്നലത്തെ പട്ടാളക്കാരനെ കൊന്നത് മൂസയാണ് എന്നുള്ള വിവരം അവിടെ അറിയിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് ചില പണ്ഡിതന്മാർ ഇവിടെ പറയുന്നു, ഖിബ്തിയായ മനുഷ്യനാണ് ഈ സംസാരങ്ങൾ പറഞ്ഞതിനാൽ. ഇമാം തബരി റഹ്മഹുല്ലൊക്കെ പറഞ്ഞതനുസരിച്ച് ബനൂ ഇസ്രായേൽപ്പെട്ട ആ വ്യക്തിയാണ് ഇന്നലത്തെ ആ തെറ്റ് ഖിബ്തിയുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ് അറബിയിലുള്ള പ്രയോഗം. ആ ഗ്രാമറിൻ്റെ നിയമങ്ങളൊക്കെ നോക്കിയാൽ അതിന് തന്നെയാണ് സാധ്യത കൂടുതൽ. ഏതാണെങ്കിലും ഭരണകൂടം ഈ സംഭവം അറിഞ്ഞു, മൂസ ഇങ്ങനെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് എന്നറിഞ്ഞു. അവൻ ഭരണകൂടത്തിന് എതിരാണ്, പട്ടാളക്കാർക്ക് എതിരാണ്, അവൻ അവൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വലിയ വിഷയമായി ചർച്ചയായി. മൂസയെ പിടികൂടാനും അവനെ കൊല്ലാനും വേണ്ടിയുള്ള രാജകീയമായ കൽപ്പന പുറപ്പെടുവിച്ചു. ആ പറയുന്ന മന്ത്രിസഭയിൽ, ആ രാജകീയമായ ചർച്ചയിൽ, ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന മൂസാ നബിയുടെ ഫിർഔനിൻ്റെ കുടുംബത്തിൽപ്പെട്ട മുഅ്മിനായ ഒരാളും അതിൽ ഉണ്ടായിരുന്നു. ഫിർഔനിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ പിതൃവിൻ്റെ മകനായ ഒരാളുണ്ടായിരുന്നു. മുഅ്മിനും മിൻ ആലി ഫിർഔൻ എന്ന പേരിൽ സൂറത്ത് ഗാഫിറിലൊക്കെ അല്ലാഹു ആ മനുഷ്യൻ്റെ ദഅവത്തും അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. ആ വ്യക്തി, അദ്ദേഹം ആ പറയുന്ന ചർച്ചയിലുണ്ടായിരുന്നു. അവിടെ കൊട്ടാരത്തിൽ നടന്ന ഈ സംഭവങ്ങൾ കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കുകയും വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ, പട്ടണത്തിൻ്റെ ആ തലക്ക് നിന്ന്, അഥവാ ഭരണകൂടത്തിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ ഫിർഔനും അവൻ്റെ മന്ത്രിസഭയും യോഗം ചേർന്ന് അവിടെ വെച്ചിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത് അവിടെ നടന്ന ഈ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ആ മനുഷ്യൻ ഓടിക്കൊണ്ടുവന്നു, യസ്ആ എന്ന ഓടിക്കൊണ്ട് മൂസയെ ലക്ഷ്യമാക്കി കൊണ്ടുവന്നു. ഖാല യാ മൂസ, മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക, ഈ പറയുന്ന ഭരണകൂടം ഇതാ നിന്നെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയും കാര്യങ്ങളും തീരുമാനങ്ങളും വിളംബരം അവിടെ പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ, എത്രയും പെട്ടെന്ന് നീ മിസ്റിൽ നിന്ന് പോയിക്കൊള്ളണം, ഞാൻ നിനക്ക് നസീഹത്ത് നൽകുന്നവരുടെ കൂട്ടത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഅ്മിനീങ്ങളായ ഔലിയാക്കളായ ആളുകൾക്ക് ഇതുപോലത്തെ അപ്രതീക്ഷിതമായ സഹായങ്ങൾ ഇടും എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത്. സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്താൽ, അല്ലാഹുവിൻ്റെ
ദീനിനെ സഹായിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ദീന് സ്വീകരിച്ചതിൽ സത്യസന്ധതയോടെ ഇഖ്ലാസോടുകൂടെ മുന്നേറുന്ന ആളുകൾക്ക് ഭൗതികമായ സാഹചര്യങ്ങളും സംവിധാനങ്ങളും അവർ ഒരുക്കി വച്ചിട്ടില്ലെങ്കിലും അവർക്ക് രക്ഷപ്പെടാനും അവർക്ക് സംരക്ഷണത്തിനും അവരുടെ പ്രതിരോധത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും എന്നുള്ളത്. മൂസാ നബി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചില്ല. കൊട്ടാരത്തിൽ അവർ ചർച്ച നടത്തിക്കൊണ്ടെടുത്ത തീരുമാനം ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് എത്തും വരുന്നുള്ളത് അദ്ദേഹം ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല താനും. അങ്ങനത്തെ ആ ഒരു വിവരം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ മനുഷ്യൻ ഓടി വന്നുകൊണ്ട് പറയാൻ, ഇന്നി ലക മിനൻ നാസിഹീൻ, നിശ്ചയം ഞാൻ എനിക്ക് നസീഹത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്, എത്രയും പെട്ടെന്ന് നാട് വിടണം, അപകടമാണ് എന്ന് പറഞ്ഞു. മൂസാ നബി ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടെ കഴിച്ചു കൂട്ടുന്നത്. ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്, ഉടനെ അദ്ദേഹം മിസ്റിൽ നിന്ന് പുറപ്പെട്ടു. ഖായിഫൻ, പേടിച്ചവനായിട്ട്, യതറഖബ്, ഏത് സമയവും പട്ടാളം അദ്ദേഹത്തിന് പിടികൂടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, ഏത് സമയത്തും അവരുടെ പിടിയിൽ അകപ്പെടുമെന്ന് പേടിച്ചു. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം, കൃത്യമായി അദ്ദേഹത്തിന് യാതൊരു ലക്ഷ്യവുമില്ലാത്ത നിലക്ക്, യാതൊരു അറിവും വിവരവുമില്ലാത്ത നിലക്ക് ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ മുഅ്മിനീങ്ങളായ ആളുകൾ അവലംബിക്കേണ്ടുന്ന അതിപ്രധാനമായ മറ്റൊരു പരിഹാരമാർഗമാണ് അള്ളാഹു പറയുന്നത്, ഖാല റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. വാഹനം ഏതാണ്, സഹായിക്കാൻ ആരാണ്, എങ്ങോട്ട് നീങ്ങാണ്, കയ്യിൽ കാശൊക്കെ എന്താണ്, ഇതൊക്കെ ചിന്തിക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം അള്ളാഹുവിലേക്ക് മുന്നിട്ടു എന്നുള്ളതാണ്, അള്ളാഹുവിനോട് സഹായത്തെ തേടി എന്നുള്ളതാണ്. പല വിഷയത്തിലും ഇന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ വിസ്മരിച്ച, അതൊന്നും നടക്കൂല എന്ന് തോന്നുന്ന ആ മഹത്തായ ഒരു പരിഹാരമാർഗം അദ്ദേഹം ഇവിടെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത്. ഖാല റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ആളുകളിൽ നിന്ന് റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തണം. അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവിലേക്ക് അഭയം തേടി, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചു. ഇത് നമ്മൾ കൈമുതലായി ഏത് സമയത്തും കൊണ്ടു നടക്കേണ്ടുന്ന മഹത്തായ ഒരു പരിഹാരമാണ്, ഒരു സമ്പത്താണ്, ഒരായുധമാണ്. നമുക്ക് ഈ ലോകത്ത് മറ്റുള്ള കുഫാറുകൾ, ഫുജ്ജാറുകളായ ആളുകൾക്ക് നേടാൻ കഴിയാത്ത, അവർക്ക് കയ്യിലെടുക്കാൻ കഴിയാത്ത ഒരു പരിഹാര മാർഗമാണ്. ഖാല റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ആളുകളിൽ നിന്ന് എൻ്റെ റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തണം. വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയൻ, അങ്ങനെ അദ്ദേഹം മദിയനിൻ്റെ ഭാഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് 8 ദിവസം, മിസ്റിൽ നിന്ന് 8 ദിവസത്തെ യാത്രയാണ് അന്നത്തെ കാലത്ത് മദിയനിലേക്കുള്ളത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 8 ദിവസത്തെ മദിയനിലേക്ക് അദ്ദേഹം പോകാൻ കാരണം കുടുംബപരമായിട്ട് മദിയനെ കുറിച്ച് അദ്ദേഹം മാതാവിൽ നിന്നും മറ്റും കേട്ടിരുന്നു എന്നുള്ളതാണ്. മഹാനായ ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മകൻ, മദിയൻ എന്ന് പറയുന്ന ഒരു മകനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ആ പ്രദേശത്തുണ്ട് എന്നുള്ളത് അദ്ദേഹം കേട്ടിരുന്നു എന്ന്. ഇദ്ദേഹം യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ്. അപ്പോൾ കുടുംബപരമായ ബന്ധത്തിൻ്റെ പേരിലാണ് മദിയനിലേക്ക് ലക്ഷ്യമുക്കി വെച്ച് അദ്ദേഹം പോയത് എന്നുള്ളത്. വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയന ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅ അസ്സബീൽ, അല്ലാഹുവിന്റെ പ്രതീക്ഷയാണ്, റജാ, എന്ത് തന്നെ ഭീഷണികളുണ്ടെങ്കിലും രക്ഷപ്പെടുകയില്ല എന്ന് 10,000 പ്രാവശ്യം നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിലുള്ള അതിശക്തമായ റജാ അതൊരിക്കലും കൈവിടരുതേ എന്നുള്ളത്, ഒരിക്കലും നിരാശയിലേക്ക് പോകരുതേ എന്നുള്ളത്, പാടില്ലാതുള്ളത്. മുഅ്മിനീങ്ങളായ ആളുകൾ ഒരിക്കലും അള്ളാഹുവിൽ നിരാശപ്പെടാൻ പാടില്ല. ലാ തൈഅസൂ മിർ റൗഹില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും നമ്മുടെ മുന്നിലും പിന്നിലും ആരുമില്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഒരിക്കലും നിരാശ നമ്മളെ പിടികൂടാൻ പാടില്ല. അത് കുഫാറുകളായ ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ടത്, അത് നമ്മുടെ തൗഹീദിനെ ബാധിക്കുന്ന കാര്യമാണ്. ഒരിക്കലും നമ്മൾ നിർഭയരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകരുത്, നിർഭയത്വം. അതേപോലെ തന്നെ ഒരിക്കലും നിരാശപ്പെട്ടവരായിട്ട് പോകരുത്. എന്ത് പ്രതികൂലമായ സാഹചര്യങ്ങളാണെങ്കിലും അള്ളാഹിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്നുള്ളത്. വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയന ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅ അസ്സബീൽ, ശരിയായ വഴിയിലേക്ക്, മാർഗത്തിലേക്ക് എൻ്റെ റബ്ബ് എന്നെ ചേർക്കാനും മതി, അള്ളാഹിൽ പ്രതീക്ഷ അർപ്പിച്ചു. അങ്ങനെ വലമ്മാ വറദ മാഅ മദിയൻ, അങ്ങനെ അദ്ദേഹം മദിയനിൽ എത്തിപ്പെട്ടു. മദിയനിലേക്ക് അദ്ദേഹം പോയത്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭക്ഷണവും കാര്യങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിന് ധരിക്കാൻ കാല് ചെരുപ്പ് വേണ്ടതുപോലെയല്ല, അപ്രതീക്ഷിതമായിട്ട് വസ്ത്രവും വാഹനം കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. പോകുന്ന വഴിയിലൂടെയും അദ്ദേഹത്തിന് പരിചയക്കാരുമില്ല. അങ്ങനെ അദ്ദേഹം പച്ച ഇലകൾ കഴിച്ചുകൊണ്ട് മദിയനെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് നിറം മാറിയിരുന്നു. പച്ച ഇലകൾ കഴിച്ചിട്ട് ശരീരത്തിൻ്റെ നിറം മാറിയിരുന്നു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയായ മഹാനായ പ്രവാചകൻ ഒരു പിടി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ ആമാശയം ഒട്ടി മെലിഞ്ഞ് ക്ഷീണിച്ച് തളർന്നവനായിട്ടാണ് മദിയനിൽ അദ്ദേഹം എത്തിച്ചേരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു. മദിയൻ, അങ്ങനെ അദ്ദേഹം ഇത്ര ദീർഘമായി യാത്ര ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് മദിയൻ എന്ന് പറയുന്ന ആ പ്രദേശത്തെത്തിയപ്പോൾ
വജദ അലൈഹി ഉമ്മത്തൻ മിനൻ നാസി യസ്കൂൻ വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ. മിസ്റിൽ ഈ പറയുന്ന മർദ്ദനും ഈ പറയുന്ന ഉപദ്രവവും ഈ പറയുന്ന കഷ്ടപ്പെടുത്തലുകളും നടക്കുന്ന ആ നാട്ടിൽ നിന്ന് അദ്ദേഹം പോയത് മദിയനിലാണ്. മദിയനിൽ ചെന്ന സമയത്ത് അദ്ദേഹം കാണുന്ന രംഗം, ഒരു കൂട്ടം ആളുകൾ അവരുടെ കാലികൾക്ക് വെള്ളം കുടിപ്പിക്കുന്ന രംഗം. വൈകുന്നേരം, ഏകദേശം വൈകുന്നേരമായുന്ന സമയമാണ്. ആ സമയത്ത് ആളുകൾ അവരുടെ കാലികളൊക്കെ മേച്ച് അതിനൊക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നിറച്ച് പിന്നീട് വെള്ളത്തടാകത്തിൻ്റെ വെള്ളം കുടിപ്പിക്കുന്ന സ്ഥലത്ത് ഒരു കിണറായിരുന്നു എന്ന് പറയപ്പെടുന്ന തഫ്സീറിലൊക്കെ അങ്ങനെ കാണുന്നു. ഒരു കിണറാണ്, വലിയൊരു പാറക്കല്ല് കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം മൂടി വെക്കുമായിരുന്നു. അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഒരുപാട് പുരുഷന്മാർ കൂടിയിട്ട് ആ കല്ല് നീക്കിയിട്ട് അവരുടെ കാലികൾ അതിൽ നിന്ന് വെള്ളം കോരി കുടിപ്പിക്കുമായിരുന്നു, തടാകത്തിലേക്ക് കോരി. അങ്ങനെയൊക്കെയായിരുന്നു രംഗം എന്ന് തഫ്സീറുകളൊക്കെ കാണാൻ കഴിയും. ഒരു സംഘം ആളുകൾ അവരുടെ കാലികൾക്ക് വെള്ളം കുടിപ്പിക്കുന്നത് കണ്ടു. വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ. രണ്ട് യുവതികൾ എന്നാൽ അവരുടെ കാലികളെ ആ ആൾക്കൂട്ടങ്ങളിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തിക്കൊണ്ട്, ആടുകളും മറ്റുമായിരിക്കും കാലികൾ. ആടുകളുടെ സ്വഭാവം നമുക്കറിയാം, ആടുകളുടെ സ്വഭാവം നമുക്കറിയാം. അത് അങ്ങോട്ട് തടുത്താലും ഇങ്ങോട്ട് തടഞ്ഞാലും അത് പിന്നീട് വീണ്ടും ആ വെള്ളത്തിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഓടിപ്പോകുന്ന, കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് പുരുഷന്മാരുടെ കൂട്ടത്തിൽ വന്ന് ഇടകലർന്ന് അവരുടെ കൂട്ടത്തിൽ കൂടി, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾക്ക് പ്രയാസം കൊണ്ടാണ്, ഞങ്ങൾ കഷ്ടപ്പാട് കൊണ്ടാണ്, ഒരു കാരണം പറയാതെ പ്രയാസപ്പെട്ടുകൊണ്ട്. സത്യത്തിൽ അവർ പൂർണ്ണമായി പ്രയാസത്തിലാണ്, താൻ അത്യാവശ്യക്കാരാണ്. എന്നിട്ട് കൂടി ആ പുരുഷന്മാരുടെ കൂട്ടത്തിലേക്ക് പോകാതെ പ്രയാസം സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ആടുകളെ തടഞ്ഞു നിർത്തുന്ന, അവരുടെ ആടുകളെ കാലികളെ തടഞ്ഞു നിർത്തുന്ന രണ്ട് യുവതികൾ അദ്ദേഹം കാണുന്ന ഈ രംഗ കണ്ട്. മാനുഷികമായി യാതൊരു സിമ്പതിയുമില്ലാത്ത, ഒരു പരിഗണനയുമില്ലാത്ത ജനങ്ങൾ. രണ്ട് യുവതികൾ, പ്രത്യേകിച്ച് അവർക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ ഔദാര്യങ്ങളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് യാത്രയുടെ കാര്യത്തിലും മറ്റുമൊക്കെ ചെയ്യുന്നത് മനുഷ്യർ മാനുഷികമായ പരിഗണനകൾ കൂടുതൽ ചെയ്യുന്ന സമൂഹത്തിൽ ഈ രണ്ട് യുവതികൾക്ക് ഒരു സഹായം ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ നടത്തി, സാമർഥ്യം കാണി, അധികാരം ഉപയോഗപ്പെടുത്തി അവരുടെ കാലികളെ കുടിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടി. തഫ്സീറിൽ ചില സ്ഥലങ്ങൾ കാണുന്ന അവർ കാലികൾക്ക് വെള്ളം കുടിപ്പിച്ച ആ കിണറ്റിൻ്റെ മുകളിൽ ആ കല്ല് കൊണ്ടുവന്ന് മൂടിയിട്ടവർ പോയി, ഈ രണ്ട് യുവതികൾക്കും സഹായം ചെയ്യാതെ. ദയനീയമായ രംഗം. ക്ഷീണിച്ച് അവശനായി തളർന്ന് പേടിച്ചുകൊണ്ട് ആ മദീനയിൽ വന്ന മഹാനായ യുവാവ് കാണുകയാണ്. അപ്പൊ കാലമാ ഖത്ബുക്കുമാ, എന്താണ് നിങ്ങളുടെ അവസ്ഥ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നവരോട് ചോദിച്ചു എന്നുള്ളത്. അന്യ സ്ത്രീകൾ അവരുമായി പുരുഷന്മാരായ ആളുകൾക്കുള്ള ഇടപെടൽ പണ്ഡിതന്മാർ പറയുന്നത്, തെറ്റിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിൽ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സൂക്ഷ്മത കാണിച്ചതുപോലെ ആ സൂക്ഷ്മത കാണിക്കാൻ അന്യ സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും മാനുഷികമായ സഹായമോ സഹകരണങ്ങളോ ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണെങ്കിൽ അന്യ സ്ത്രീകളാണെങ്കിൽ പോലും മഹാനായ മൂസാ നബി കാണിച്ചതുപോലത്തെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതല്ലാതെ അന്യ പെണ്ണുങ്ങളാണ്, നമ്മളവർക്കൊരു സഹായം ചെയ്യൂല എന്ന് പറഞ്ഞു പോകുക എന്നുള്ളതല്ല. അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ അത് ചെയ്തു കൊടുക്കുക. ഇവിടെ മൂസാ നബി ചെയ്ത് മാ ഖത്ബുക്കുമാ, എന്താ നിങ്ങളുടെ വിഷയം? അദ്ദേഹം തന്നെ ക്ഷീണിതനാണ്, അദ്ദേഹത്തിന് തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുള്ള ആൾ. പക്ഷെ അതിലേറെ ദയനീയമായി അദ്ദേഹത്തിന് തോന്നി, മനുഷ്യരോട് അതിന് മാത്രം കാരുണ്യമുള്ള മഹാനായ യുവാവ്. അപ്പോൾ അവർ പറഞ്ഞു, ലാ നസ്ഖി ഹത്താ യസ്ദിറ റിയാഉ, കാലികളെ നോക്കുന്ന ആളുകളൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ കാലികൾക്ക് വെള്ളം കുടിപ്പിക്കുകയില്ല. അവരെ കൂട്ടത്തിൽ പോയിട്ട് ആഭാസകരമായി ഒരു ലജ്ജയില്ലാതെ ഇന്നൊക്കെ മുസ്ലിം സഹോദരിമാർ യുവതികളും പ്രായം ചെന്നവരൊക്കെ അങ്ങാടികളിലും മറ്റുമൊക്കെ കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ ഒരു ലജ്ജയുമില്ല, യാതൊരു കരുതലുമില്ല, അള്ളാഹിനെക്കുറിച്ചുള്ളൊരു ബോധവുമില്ലാത്ത നിലക്ക് അവർ പറഞ്ഞു, ഞങ്ങൾ അവരൊക്കെ പിരിഞ്ഞു പോകുന്നത് വരെ ഞങ്ങളുടെ കാലികളെ ഞങ്ങൾ വെള്ളം കുടിപ്പിക്കുകയില്ല. അവരെ കൂട്ടത്തിൽ ചെന്ന് ആഭാസകരമായി അത് ചെയ്യാനോ കിട്ടിയ അവസരം ദുരുപയോഗം ചെയ്യാൻ ഞങ്ങൾ പോകരുത്. എന്നാൽ പിന്നെ പെരിയ ആണുങ്ങൾ വന്നൂടെ? ഒരു ചോദ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവും. അബൂന ഷെയ്ഖുൻ കബീർ, ആണായിട്ടുള്ളത് ആകെ ഞങ്ങളുടെ പിതാവാണ്, അദ്ദേഹം വാർദ്ധക്യം കൊണ്ട് അബലനാണ്, അശക്തനാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഗതികേട് കൊണ്ട് വന്നതാണ് ഞങ്ങൾ. അതല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൻ്റെ പുറത്ത് വന്ന് ഇങ്ങനത്തെ തൊഴിലിലും ജോലിയിലും ഇങ്ങനത്തെ സ്ഥലത്ത് ഞങ്ങൾ വരൂല, മരുഭൂമിയിലൊന്നും ആടുകളെ നോക്കൂല. പൂർണ്ണമായി നിസ്സഹായരായ രണ്ട് യുവതികൾ. അപ്പോൾ അവരുടെ ഈ ദയനീയത കണ്ട സമയത്ത് സ്വന്തം അവശതയും സ്വന്തം നിസ്സഹായതയും നോക്കാതെ ഫസഖാലഹുമാ സുമ്മ തവല്ല, അദ്ദേഹം അവർക്ക് വെള്ളം കുടിപ്പിച്ചു കൊടുത്തു, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അതിൻ്റെ ശേഷം വീണ്ടും അദ്ദേഹം അള്ളാഹുവിലേക്ക് മുന്നിടുകയാണ്. തനിക്കുള്ള അവശതകളും പ്രയാസങ്ങളും അവിടെയും തന്നെ ഈ യുവതികൾ, പെരിയിൽ പ്രത്യേകിച്ച് ചോരത്തളപ്പുള്ള ആണുങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്കും എന്ന് പറഞ്ഞ് ദുരുപയോഗം ചെയ്യും ചില ആളുകൾ, യുവാക്കൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ, എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം അതിന് പോയില്ല. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സുമ്മ തവല്ല ഇലൽ, അദ്ദേഹം അവിടെ അടുത്തുള്ള ആ വൃക്ഷത്തിൻ്റെ ആ നിഴലിലേക്ക് നീങ്ങി
ഫഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. വീണ്ടും അള്ളാഹുവിലേക്ക് മുന്നിട്ടു. റബ്ബേ, നീ എന്ത് നന്മ നീ എനിക്ക് ഇറക്കി തന്നാലും ഞാൻ അതിലേക്കൊക്കെ അത്യാവശ്യക്കാരനാണ്, ദരിദ്രനാണ്, ഫഖീറാണ്. ഭക്ഷണം മാത്രമല്ല ഇവിടെ ആവശ്യം. അവിടെ തൊഴിലാവശ്യമുണ്ടാവും ഒരു യുവാവാകുമ്പോൾ, സമാധാനം ആവശ്യമുണ്ടാവും ഇങ്ങനെ പേടിച്ചു പോകുന്ന ഒരാളാകുമ്പോൾ, വീട് ആവശ്യമുണ്ടാവും ഒരു യാത്രക്കാരനാകുമ്പോൾ, ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഏത് ഖൈറിനെ ഇറക്കി തന്നാലും ഞാൻ അതിലേക്ക് അത്യാവശ്യക്കാരൻ, ദരിദ്രനാണ്. അള്ളാഹുവിലേക്ക് മുന്നിട്ടു. അള്ളാഹുവിനോട് അദ്ദേഹം ഖൈറിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു. ഫജാഅത്ഹു ഇഹ്ദാഹുമ, ഉടനെ അദ്ദേഹത്തിന്റെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകുകയാണ്. ആ രണ്ട് യുവതികളിൽപ്പെട്ട ഒരുത്തി വന്നു. ഫജാഅത്ഹു, ഉടനെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഫ എന്ന് പറഞ്ഞു. തംഷി അല ഇസ്തിഹ്യാഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യുവതിയെ പ്രശംസിച്ചുകൊണ്ട് ലജ്ജാവതിയായിട്ട് വന്നു. ലജ്ജാവതിയായിട്ട് മൂസാ നബിയെ ആ യുവതി കണ്ടത് ബഹുമാന ആദരവുള്ളൊരു യുവാവായിട്ടുമാണ് എന്നുള്ളത്. ഏതെങ്കിലും തൊഴിലാളികളുടെ കണ്ണോട്, അടിമകളുടെ കണ്ണാൽ കൊണ്ട് ആ പെണ്ണ് മൂസാ നബിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ലജ്ജല്ലാതെ വരും. സ്ത്രീകൾ പൊതുവിൽ അങ്ങനെയാണ്. നേരെ മറിച്ച് ആണും മർത്തും ആദരവും ബഹുമാനമുള്ള ഒരു യുവാവാകുമ്പോൾ ലജ്ജയോടുകൂടെ ആ പെണ്ണ് വന്നു. ആ യുവതി അത്ര ലജ്ജാവതിയായിരുന്നു. അള്ളാഹു അതിനെയും പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, സ്ത്രീകൾ, യുവതികൾ, അവർക്ക് ഏറ്റവും ഉത്തമമായൊരു വിശേഷണമാണ് ലജ്ജ എന്ന് പറയുന്നത്. ആ സാധനമില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം പിന്നെ വേറെ പറയത്തക്ക നിലക്കൊന്നിനോട് പറ്റൂല. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അങ്ങനെയാണ്. അവൾ, ആ സ്ത്രീ ലജ്ജയോടുകൂടെ, അതും തന്നെ നിർബന്ധിതയായിട്ട് വന്നതാണ്. അവർ പറഞ്ഞു, എൻ്റെ വാപ്പ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ച് തന്നതിൻ്റെ കൂലി തരാൻ വേണ്ടി, ഔദാര്യത്തിന് വേണ്ടിയൊന്നല്ല. മൂസാ നബിയെ വിളിക്കുന്നത് ഒരു പാവത്തിനെ സഹായിക്കാൻ. നിങ്ങളൊരു പാവമാണ്, നിങ്ങൾ ദരിദ്രനാണ്, നിങ്ങളെ കണ്ടിട്ട് ക്ഷീണിതനാണ്, അതുകൊണ്ടല്ല, നിങ്ങൾ ചെയ്ത ജോലിക്ക് കൂലി നൽകാൻ വേണ്ടി. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ പറയുന്ന പിതാവിൻ്റെ അടുത്ത് ചെന്നു. വഖസ്സ അലൈഹിൽ ഖസസ്, ചരിത്രങ്ങൾ എവിടുന്നാണ് എന്താണ് കാര്യങ്ങൾ ചോദിക്കുമല്ലോ സുബ്ഹാൻ. ഖാല, ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, ഒരു പേടിയും പേടിക്കണ്ട, നീ അക്രമിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് രാജ്യം വേറെയാണ്, അത് രാജ്യം വേറെ. ഫിർഔനും അവൻ്റെ ആളുകൾക്കും ഇവിടെ യാതൊരു സ്വാധീനവുമില്ല, അവർക്ക് അധികാരവുമില്ല. ഏറ്റവും ആദ്യം നിർഭയത്വം നൽകി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം പൂർണ്ണമായ നിസ്സഹായനാണ്, അദ്ദേഹം ദരിദ്രനാണ്. അദ്ദേഹത്തിൻ്റെ ദുആയിൽ നിന്ന് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, ഈ പറയുന്ന സംഭാഷണത്തിൽ കൂടെ, തുടർന്നുള്ള ആയത്തുകളിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യം അദ്ദേഹത്തിന് നിർഭയത്വം കൊടുത്തു. രണ്ടാമത് അദ്ദേഹത്തിന് അള്ളാഹു തആല ഭവനം കൊടുത്തു, അദ്ദേഹത്തിന് ഭാര്യയെ കൊടുത്തു, തൊഴിൽ കൊടുത്തു. ആ പറയുന്ന 10 വർഷം സമാധാനത്തോടുകൂടെ കഴിച്ചുകൂട്ടി തിരിച്ചു പോരുന്ന സമയത്തിന് നുബുവത്തും കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ദുആ എന്താണ്? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എന്തുകൊണ്ട് നമുക്ക് ദുആ ചെയ്തു? തൊഴിലില്ലാത്ത യുവാക്കളാണെങ്കിൽ, ദീനറിയാത്ത ആളുകൾ, എന്താണ് സത്യം ഏതാണ് ഹക്ക് എന്നറിയാത്തവരാണെങ്കിൽ, കുടുംബമില്ലാത്തവരാണെങ്കിൽ, കുടുംബത്തെ പോറ്റാൻ കഴിവില്ലാത്തവരാണെങ്കിൽ, നിസ്സഹായരാണെങ്കിൽ, ഏതാവശ്യങ്ങളുമുണ്ടെങ്കിലും അടിമകളായ നമ്മൾ അള്ളാഹുവിലേക്ക് മുന്നിടുക എന്നുള്ളതാണ് പരിഹാരമാർഗങ്ങൾ. മഹാനായ പ്രവാചകൻ നിസ്സഹായതയോടുകൂടെ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തതോടുകൂടെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളുമായി അള്ളാഹുവിലേക്ക് മുന്നിട്ടപ്പോൾ ഏറ്റവും അത് നജൗത മിനൽ ഖൗമിൽ ളാലിം, നിർഭയത്തെ, സമാധാനം കിട്ടി. മനുഷ്യരായ നമുക്ക് എപ്പോഴും വേണ്ടത്, ഏറ്റവും ആദ്യം വേണ്ടത് അത് തന്നെയാണ്. അതിൻ്റെ ശേഷം അദ്ദേഹം വാപ്പ സമാധാനം നിർഭയത്വം കൊടുത്ത സമയത്ത് ഖാലത്ത് ഇഹ്ദാഹുമ, ആ യുവതികളിൽപ്പെട്ട ഒരു യുവതി അവിടെ വന്നിട്ട് പിതാവിനോട് പറഞ്ഞു, ഖാലത്ത് ഇഹ്ദാഹുമ യാ അബതിസ്ത, ഇദ്ദേഹത്തിന് നമുക്കൊരു ജോലിക്കാനായിട്ട് സ്വീകരിച്ചാൽ എന്താ വാപ്പ? ഈ ഞങ്ങളിങ്ങനെ വീട്ടിൻ്റെ പുറത്തു പോയി പ്രയാസങ്ങൾ സഹിച്ച് ഇദ്ദേഹത്തിനെ എന്തുകൊണ്ട് നമുക്ക് ജോലിക്കാനായിട്ട് സ്വീകരിച്ചുകൂടാ? ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ, നിങ്ങൾ ഇദ്ദേഹത്തിനെ ഒരു കൂലിക്കാരൻ, ഒരു ജോലിക്കാരനെ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് പറ്റുന്ന ആളാണ്. മദീനയിലുണ്ടായിരുന്ന മരുഭൂമിയിൽ കൂടെ ആടുകളെ നോക്കിയിരുന്ന ആ യുവതി ഒരു ജോലിക്കാരനായ ആൾക്കുണ്ടാകേണ്ട ക്വാളിറ്റി എന്താണ്, അവരുണ്ടാകേണ്ട ഗുണങ്ങൾ, വിശേഷണങ്ങൾ എന്താണ് എന്ന് വാപ്പാനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് ലോകത്ത് ഈ പറയുന്ന ലേബർമാരെക്കുറിച്ച് പഠിക്കുകയും പഠനം നടത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ പെണ്ണ് പറഞ്ഞ വാക്ക് രണ്ടഭിപ്രായമല്ല അവർക്കാർക്കും എന്നുള്ളത്. രണ്ടഭിപ്രായമല്ല. ആ പെണ്ണ് ഒരുപാട് MBBS കോളേജിലേക്ക് ഇങ്ങനെ കെട്ടിപ്പേറി പോകാതല്ല, മരുഭൂമിയിൽ കൂടെ ആടുകളെ നോക്കിയ രംഗം നമ്മളോട് കണ്ടും ചെയ്യും. ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ, ശക്തി വേണം. ആരോഗ്യമില്ലാത്ത പോലെ ജോലിക്കാരായി കൊണ്ടുവന്നു വെച്ചിട്ട് ആ പാവത്തിന് താല്പര്യം ഉണ്ടെങ്കിലും പണി നടക്കൂല. ഇനി ചില ആളുകൾ നല്ല ജിമ്മൊക്കെ ഉള്ള നല്ല ശക്തിയുള്ള ആളുകളായിരിക്കും, ശക്തി ഉണ്ടാകും, പക്ഷേ അവർ വിശ്വസ്തരല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ജോലി ചെയ്തിട്ട് ഇങ്ങനെ കാശും കൊണ്ടവിടെ പോവുകയും ചെയ്യും. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളെ പറ്റി ശക്തി വേണം, വിശ്വസ്തനാകും വേണം.
ഒരു തൊഴിലാളിക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഇത് രണ്ടുമാണ്. ഇന്നും ഈ പറയുന്ന തൊഴിലാളികളെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്യുന്ന വിശകലനം ചെയ്യുന്ന ആളുകൾക്കാർക്കും ഇത് രണ്ടഭിപ്രായമില്ല എന്നുള്ളതാണ്. ഈ പെണ്ണ് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരാണ്. ഇന്ന ഖൈറ മനിസ്തഅജറൽ ഖവിയ്യുൽ അമീൻ. ശക്തി ഇദ്ദേഹത്തിനുണ്ട് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആ കിണറ്റിൻ്റെ മുകളിൽ കല്ലുകൊണ്ട് മൂടിയിരുന്നു. അത് ഇദ്ദേഹം ഒറ്റക്ക് നീക്കിയിട്ടാണ് ആടുകളെ കുടിപ്പിച്ചത്. അതുകൊണ്ടാണ് ശക്തി മനസ്സിലായത് എന്ന് പറയുന്നു. ഒറ്റക്ക് എൻ്റെ കൂടെ പോരുന്ന സമയത്ത് ഈ പെണ്ണിൻ്റെ വസ്ത്രം കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ യുവതിയോട് നീങ്ങിയ സമയത്ത്, നീ എൻ്റെ പിന്നിൽ നടന്നു, ഞാൻ മുന്നിൽ നടക്കാം, നീ എനിക്ക് വഴി അറിയിച്ച് സൂചിപ്പിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞ തഫ്സീറിൽ അങ്ങനെ കാണുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത. എന്ന് മാത്രമല്ല, ഒറ്റയ്ക്ക് യുവതികളെ കണ്ട സമയത്തോ രണ്ടുപേരും കണ്ട സമയത്തോ അതിൽ ഒറ്റയ്ക്ക് ഇവരെ കണ്ട സമയത്തോ വീട്ടിൽ പറയത്തുകൾക്ക് ശക്തരായ ആരും ഇല്ല എന്നറിഞ്ഞിട്ടൊന്നും ഒരു വാക്കിൽ കൂടെ നോക്കിൽ കൂടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സംശയത്തിൻ്റെ യാതൊരു സൂചനയും ഇല്ലാതിരുന്നപ്പോൾ ഒരൊറ്റതിയിൽ തന്നെ ആ യുവതി മനസ്സിലാക്കാൻ ഇയാൾ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണ്, ഇവന് വഞ്ചകനല്ല, ആൾ ശരിയല്ല എന്നുള്ള നല്ല ആളാണ്, കൊള്ളാൻ പറ്റുമെന്ന് ആ യുവതിക്ക് മനസ്സിലാകാണ്. ചില ആളുകളെ കണ്ണ്, ചില ആളുകളെ നോട്ടം, ചില ആളുകളെ നടത്തം, അതിലൊക്കെ വ്യത്യാസങ്ങൾ മനസ്സിലാവും ആളുകൾ. അള്ളാഹു ആരം ഏതാണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളും എന്ന് പറഞ്ഞു. അപ്പോൾ ചില പെൺകുട്ടികൾക്ക് അങ്ങനെയാണ്, ഓൽക്കല്ല വിവരം വിദ്യാഭ്യാസം പക്വതും ചിലവിടത്ത് ചില സമയത്ത് ചില വിഡ്ഢിത്തരങ്ങൾ ഉണ്ടാവും. ഇയാൾ എത്ര വലിയൊരു മഹാനായ ഒരു യുവാവിനെ ജോലിക്കാനായിട്ട് വിളിക്കാമെന്നാണ് അവൾ പറഞ്ഞത്. വാപ്പ മനസ്സിലാക്കിയത് ജോലിക്കാനല്ല, എന്നെ ഭരിക്കാൻ അല്ല നിയന്ത്രിക്കാൻ പറ്റുന്ന ഭർത്താവാകാൻ ഇവൻ പറ്റും, അയാളുടെ ക്വാളിറ്റി ഉണ്ട് എന്ന് പിതാവ് മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ 2 പെമ്മക്കളിൽപ്പെട്ട ഒരാളെ ഞാൻ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. ഇവൻ കൂലിക്കാനാകാൻ മാത്രമുള്ള ആളല്ല എന്ന് വാപ്പാക്ക് മനസ്സിലായി. അദ്ദേഹം പുരുഷനാണ്, പക്വത ഉണ്ട്. സ്ത്രീകളൊക്കെ ഉള്ള അപേക്ഷ നോക്കുമ്പോൾ, നിനക്ക് ഞാൻ എൻ്റെ ഒരു മകളെ വിവാഹം കഴിച്ചു തരാം, 8 വർഷം ഇവിടെ ജോലി ചെയ്യണം. എന്തിനാണത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഈ മഹാനായ പ്രവാചകൻ അദ്ദേഹത്തിന് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടും ആ കുടുംബത്തിന് അദ്ദേഹത്തിന് ഇത്രയും കാലം ഈ യുവാവിനെ തൻ്റെ മരുമകനും മകനും കുടുംബത്തിൻ്റെ നാഥനുമായിട്ട് വയസ്സാം കാലത്ത് കിട്ടിയത് അത് നേടിയെടുക്കാനും, എന്നും നീ ഇവിടെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലാകും. അതുകൊണ്ട് നല്ലവനായ സാലിഹായ മനുഷ്യൻ അത് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ഇനി 10 കൊല്ലം പൂർത്തിയാക്കിയാലും എനിക്കത് ഇഷ്ടമേ ഉള്ളൂ, അത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ നിർബന്ധിക്കണില്ല എന്ന് പറഞ്ഞ ആ ഉപാധിയിൽ മഹാന്മാരായ ആ 2 ആ യുവാവും ആ സാലിഹായ മനുഷ്യനും. അദ്ദേഹത്തിനെ കുറിച്ച് ചില ആളുകൾ പറയുന്നു ഷുഐബ് നബി ഒരിക്കലുമല്ല, ഷുഐബ് നബി വേറെയാണ്, ഇത് മദിയൻ എന്ന് പറയുന്ന നാട്ടിലുള്ള സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ നിസ്സഹായത്തിൽ 2 പെൺകുട്ടികൾ യുവതികളെയും കൊണ്ട് കഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. തൻ്റെ മക്കൾക്ക് വിവാഹപ്രായമെത്തിയ സമയത്ത് അവർക്ക് സഹായിക്കാൻ ഒരു മനുഷ്യനും ആ നാട്ടിലില്ലാത്ത സമയത്ത് ഇത്ര കിലോമീറ്റർ ദൂരത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അർഹനും യോഗ്യനുമായ അന്ന് ഭൂമിയിൽ കാലുകുത്തി നടക്കുന്ന പുരുഷന്മാരുടെ യുവാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഉത്തമനായ മനുഷ്യനെ തൻ്റെ മകൾക്കുള്ള ഭർത്താവായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണുമുന്നിലേക്ക് കൊണ്ടുവന്നു കൊടുത്തു എന്നുള്ളത്. പെൺമക്കളുണ്ട് എന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ, വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠപ്പെടുന്നവരാണെങ്കിൽ, നമ്മുടെ കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് പരിഹാരങ്ങൾ കൊണ്ടുവന്നു തരും എന്നുള്ളതാണ്. നാം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ആ യുവതികൾ അത്ര സൂക്ഷ്മതയോടുകൂടി അവർ ജീവിച്ചപ്പോൾ ആ നാട്ടിൽ അവർ വിവാഹം കഴിക്കാനുള്ള ഒരു ആണിനും അർഹതയില്ല എന്നുള്ളത്. അന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന ഏറ്റവും ഉത്തമനായ ആ യുവാവിനെ അവരുടെ ഭർത്താവായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുചെന്ന് കൊടുത്തു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ നിസ്സഹായരായ കുടുംബത്തിൽ അദ്ദേഹം വിവാഹം കഴിച്ച് നാട്ടിലേക്ക് മിസ്റിലേക്ക് തൻ്റെ ഭാര്യയെയും കുട്ടികളെയും കൊണ്ട് മടങ്ങിപ്പോരുമ്പോൾ പിതാവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ പിതാവിന്, അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഏകയായ സഹോദരൻ ഒരിക്കലും കഴിയൂല എന്നുള്ളതല്ലേ നമുക്ക് മൂസാ നബിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അതോ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം നോക്കിയിട്ട് കുടുംബം കുട്ടിയായിട്ടും പോരുമോ? അവരെ ഒഴിവാക്കിയിട്ട് ഒരിക്കലും നടക്കൂല. അദ്ദേഹം ആ കുടുംബത്തിൻ്റെ സംരക്ഷണം പൂർണ്ണമായി ഏറ്റെടുത്തു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ഹുസ്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചരിത്രത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും ഏതാണെങ്കിലും ആ കുടുംബത്തിൽ അദ്ദേഹത്തിന് വിവാഹം കഴിച്ച് ഭാര്യയെയും കൊടുത്തു, തൊഴിൽ കൊടുത്തു, സമ്പത്ത് കൊടുത്തു, നിർഭയത്വം കൊടുത്തു, എല്ലാവിധ സുരക്ഷയും. ദുആ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ എന്ന് പറയുന്ന വളരെ നമ്മളെ കേൾവിയിൽ കാഴ്ചയിൽ വളരെ കുറഞ്ഞ വാക്കുകൾ അതാണ്, ദീർഘമായതൊന്നുമല്ല. അങ്ങനെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ 10 വർഷത്തോളം കഴിച്ചുകൂട്ടി തൻ്റെ കുടുംബത്തെയും കൊണ്ട് മിസ്റിലേക്ക് തിരിച്ചു പോരുക. മാതാവിനെ കാണണം, സഹോദരനെ കാണണം, കുടുംബത്തിനെ കാണണം. തൂർ സീന പർവ്വതത്തിൻ്റെ അടുത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വഹി നൽകുകയാണ്. ആ നൽകുന്ന സമയത്ത് അള്ളാഹുവിനോട് അദ്ദേഹത്തിൻ്റെ ഭയവും ഉത്കണ്ഠയും ഫിർഔന്റെ സ്വഭാവങ്ങളും ഈ ഒരു ഒരു തെറ്റ് പറ്റിയിട്ട് പോന്നതാണ്, അതിൻ്റെ ഭവിഷ്യത്തുകളും അള്ളാഹുവിനോട് ഏറ്റുപറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ധൈര്യം കൊടുത്തുകൊണ്ട്, ഞാൻ അവിടെ നടക്കുന്ന സംഭാഷണങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യും, നിങ്ങൾ ഭയപ്പെടേണ്ട, അധികാരം ആധിപത്യം നിങ്ങൾക്കായിരിക്കും, ഫിർഔന് നിങ്ങളൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് സമാധാനിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറൂനും കൂടി അള്ളാഹുവേ എൻ്റെ കൂടെ ഒരു വസീറായി ഒരു സഹായിയായി നീ നിശ്ചയിക്കണം,
ഈ പറയുന്ന ദൗത്യത്തിൽ എൻ്റെ കൂടെ ഭാഗവാക്കാക്കണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആ ദുആ അതിന് ഉത്തരം ചെയ്ത് ആ ദുആ സ്വീകരിച്ച് മഹാനായ ഹാറൂൻ നബിക്ക് നുബുവത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. മൂസാ നബി അവിടെ വെച്ച് അള്ളാഹുവിനോട് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി, എൻ്റെ മനസ്സിന് വിശാലത നൽകണം, വയസ്സിർ ലി അംരി, എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണം, വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എൻ്റെ നാവിൽ സംസാരിക്കുമ്പോൾ ഒരു വിങ്ങലും ഒരു വിക്കലുമുണ്ട്, അള്ളാഹുവെ അതൊക്കെ നീ പരിഹരിച്ചു തരണമെന്ന് ദുആ ചെയ്യുന്നു. ചില ദായികൾ ഇതേപോലെ സദസ്സിൽ വന്നിരിക്കുന്ന സമയത്ത് അതിൽ മിമ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി എന്ന് ദുആ ചെയ്യുന്നത് അങ്ങനെ ദുആ ചെയ്യേണ്ടതല്ല. ശരിക്കും അത് നമുക്ക് സ്വകാര്യമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. മനസ്സിൽ വിശാലത തരാനും കാര്യങ്ങൾ എളുപ്പമാക്കി തരാനും ആളുകളുടെ മുന്നിൽ വിശദമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ ഖുത്ബയും ഈ പ്രസംഗം ദഅവത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് സദസ്സിൽ വന്നിരുന്നതിന് ശേഷം നിങ്ങൾ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ വരുന്നതിലേക്ക് പറഞ്ഞോളി, സ്വകാര്യമായിട്ട് പറഞ്ഞോളി, അള്ളാഹുവിനോട് ദുആ ചെയ്തോളി. അവിടെ ചെന്ന് ആളുകളെ മുന്നിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ചിലപ്പോൾ മനസ്സിലുണ്ടാകും, പറയാൻ കിട്ടൂല, ആളുകളെ കാണുമ്പോഴേക്കും കയ്യും കാലും വറക്കും. അത് ഒഴിവാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ചില ആളുകളെ മുന്നിൽ ചെന്ന് നമ്മൾ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒന്നും പറയാൻ കിട്ടൂല, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണം, എൻ്റെ മനസ്സ് വിശാലമാക്കി തരണം, എനിക്ക് എൻ്റെ ആളുകളെ മുന്നിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായത് മനസ്സിലാകാൻ നിലക്ക് ഇതിൽ ശരിക്കും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമ്മൾ പറയുന്നത് ആളുകൾക്ക് ശരിക്കും മനസ്സിലാവും, ഉൾട്ടായിട്ട് മനസ്സിലാകരുത്. ചിലത് പറയുന്ന ആൾ ഒരുപാട് കഷ്ടപ്പെട്ട് പറയും, കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടതുപോലെ കാര്യം മനസ്സിലാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്തു. ഫിർഔന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അല്ലാഹു തആല മയത്തോടുകൂടെ കാര്യങ്ങൾ അവനോട് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഫിർഔന്റെ അടുത്ത് ചെന്ന സമയത്ത് അവൻ ധിക്കാരത്തിൻ്റെ അവൻ്റെ സ്വഭാവങ്ങൾ പുറത്തെടുത്തു. പലജാതി പരീക്ഷണങ്ങളും സാഹചര്യങ്ങളെ കൂട്ടിയിട്ട് പലജാതി വെല്ലുവിളികളും മൂസാ നബി അവിടെ ഏറ്റെടുക്കേണ്ടി വന്നു. അള്ളാഹു അതിലൊക്കെ അദ്ദേഹത്തിന് വിജയം നൽകി. ഘട്ടം ഘട്ടങ്ങളായിക്കൊണ്ട് മഹാനായ പ്രവാചകനെയും തൻ്റെ കൂടെയുള്ള ആളുകളെയും കൊല്ലാൻ വേണ്ടി വധിക്കാൻ വേണ്ടി ഫിർഔൻ മിസ്റിൽ വിളംബരം ചെയ്തു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുഅ്മിനീങ്ങളെയും കൂട്ടി നൈൽ നദി ലക്ഷ്യമാക്കിക്കൊണ്ട് അത്താഴത്തിൻ്റെ സമയത്ത് പുറപ്പെടാൻ വേണ്ടി കൽപ്പിച്ചു. നാട്ടിൽ നിന്ന് പോകണം, ഭീഷണിയുണ്ട്, ആക്രമണം വരുമെന്ന്. അങ്ങനെ നൈൽ നദിയുടെ അടുത്തേക്ക് സൂയസ് കനാൽ എന്ന പേരിലൊക്കെ ഇന്ന് അറിയപ്പെടുന്ന സൂയസ് കനാൽ എന്ന കപ്പൽ ചാല് മനുഷ്യന്മാർ നിർമ്മിച്ചതാണത്. ആ ഭാഗത്താണ് എന്ന് ചരിത്രകാരന്മാർ പലരും പറയുന്നുണ്ട്. ഹുർമുസ് എന്ന് പറഞ്ഞിട്ട് കപ്പൽ ചാലുകൾ ഇന്നിപ്പോൾ ഈ യുദ്ധമൊക്കെ നടന്നപ്പോൾ അതൊക്കെ ഒരുപാട് ആളുകൾ കേട്ടതാണ്. ഹുർമുസ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സമയത്ത് തന്നെ കടലിൽ അവിടെ കുറച്ച് സ്ഥലം ഇടുങ്ങിയതായിട്ടുള്ള കപ്പലുകൾക്ക് സഞ്ചരിക്കാനും കാര്യങ്ങളും സംവിധാനം അള്ളാഹു ഒരുക്കി വെച്ച ഇതുപോലത്തെ ഒരു സംവിധാനമാണ്. അത് മനുഷ്യരായ ആളുകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയതല്ല. സൂയസ് കനാൽ എന്ന് പറയുന്ന ഈജിപ്തിലുള്ളത് ഈ പറയുന്ന സ്ഥലത്ത് ആളുകൾ ഉണ്ടാക്കിയതാണ്. കടലിനെ കീറി മുറിച്ചിട്ട് കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭാഗമാണ്. അവിടെയാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മിസ്റിൽ നിന്ന് ഫലസ്തീനിലേക്ക് കടന്നത് എന്ന് ചരിത്ര പുസ്തകങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്ത് എത്തിയ സമയത്ത് മൂസാ നബിയുടെ കൂടെയുണ്ടായിരുന്ന ആളുകൾ മുന്നിൽ കടലാണ്, പിന്നീട് ഫിർഔനും അവൻ്റെ പട്ടാളക്കാരും. ഫിർഔൻ വിളംബരം ചെയ്തു, ആരും തന്നെ യുദ്ധത്തിന് കഴിവുള്ള ആരും തന്നെ ഈ മൂസയെയും അവൻ്റെ കൂടെ ബനൂ ഇസ്രായേൽ ധിക്കാരികളെ പിടികൂടാൻ വേണ്ടി യുദ്ധത്തിൽ പിന്മാറരുതേ എന്ന് വിളംബരം ചെയ്തിരുന്നു, ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെ പിൻഭാഗത്ത് ഫിർഔനും അവൻ്റെ പട്ടാളക്കാരും സർവ്വസജ്ജരായി ആയുധങ്ങൾ അണിഞ്ഞവരായി ഒരുപാട് സൗകര്യത്തോടുകൂടെ ലക്ഷത്തിൻ്റെ അപ്പുറത്തുള്ള അനുയായികളുമായിട്ട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമും തൻ്റെ കൂടെയുള്ള മുഅ്മിനീങ്ങളും കടലിൻ്റെ മുന്നിലെത്തിയ സമയത്ത് സ്വാഭാവികമായിട്ടും മനുഷ്യരായ നമ്മുടെ ആ മാനസികാവസ്ഥയിൽ കൂടെയുണ്ടായിരുന്ന ബനൂ ഇസ്രായേൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഇന്നാല മുദ്റക്കൂൻ, ഉറപ്പാണ്, നിശ്ചയമാണ്, നമ്മൾ പിടികൂടപ്പെടുന്നവരാണ്, ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. മുന്നിൽ കടലാണ്, ചാടിയാൽ പിന്നിലാണെങ്കിൽ പട്ടാളക്കാരും രാജാവും ഏത് സമയത്തും നമ്മളെ പിടികൂടുന്നു. മഹാനായ ആ പ്രവാചകൻ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ ദഅവത്ത് നടത്തി. അവർക്ക് മുന്നിൽ നിന്നുകൊണ്ടുള്ള മഹാനായ പ്രവാചകൻ ആ സമയത്ത് അവർക്ക് കൊടുത്ത മറുപടി കല്ലാ. അറബിയിൽ ഖല്ല എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ വാക്കിൻ്റെ അതിവിശാലമായ അർത്ഥം ഒരിക്കലുമില്ല, നിങ്ങൾ വിചാരിച്ചതുപോലത്തെ കാര്യം ഒരിക്കലും ഇവിടെ നടക്കുന്നില്ല. പിടികൂടപ്പെടുക എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല എന്നുള്ളത്. എന്തു ചെയ്യും പിന്നെ? എങ്ങോട്ട് പോകും? എങ്ങനെ രക്ഷപ്പെടും? ഭൗതികമായി നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ, നമ്മുടെ വീക്ഷണത്തിൽ കൂടെ നമ്മൾ പരിശോധിച്ചാൽ ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ആ ഒരു സമയത്ത് മഹാനായ പ്രവാചകൻ അള്ളാഹുവിലെ തവക്കുലും അള്ളാഹുവിലെ പ്രതീക്ഷയും അള്ളാഹുവിലെ അതിശക്തമായ വിശ്വാസവും അതിൻ്റെ ബലത്തിൽ തൻ്റെ അനുയായികൾക്ക് സമാധാനിക്കാൻ വേണ്ടി വാക്കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, നിശ്ചയം എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴികാട്ടിത്തരും എന്നുള്ളത്. അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം,
അള്ളാഹുവിലുള്ള പ്രതീക്ഷ, റജാ, തവക്കുല്, ഈ പറയുന്ന വിശേഷണങ്ങൾ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ സദാസമയവും അവിടെ കൂടെ ഉണ്ടാവേണ്ട ആയുധമാണ്. ശത്രുക്കൾക്ക് പിടികൂടാൻ കഴിയാത്ത, തകർക്കാൻ കഴിയാത്ത ആയുധം. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിക്കൂ. ഭൗതികമായ ഒരു സംവിധാനം സാഹചര്യങ്ങളിലുമല്ല. കഴിയുന്ന ആയുധങ്ങളും സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുക്കൂട്ടാം, സ്വരുക്കൂട്ടാം. പക്ഷേ പ്രതീക്ഷ മുഴുവനും അള്ളാഹുവിൽ, അഭയം തേടേണ്ടത് അള്ളാഹുവിൽ മാത്രം. ഫഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനുള്ള സമയത്ത് അനിദ്രിബ് ബിഅസാക്കൽ ബഹർ, നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ട് കടലിലടിക്കുക. അതും തന്നെ ഇങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഇത്ര ശക്തമായ തിരമാലകളും മറ്റുമുള്ള ഈ ആഴക്കടലിൽ എൻ്റെ വടി കൊണ്ടടിച്ചാൽ എന്താണ്? സംശയങ്ങൾ ഒരുപാട് വരും നമുക്ക്, വിമർശനങ്ങളും. അതല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ്, വേറൊരു കപ്പലോ, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ പരിഹാരമോ, വേറെ എന്തെങ്കിലും, അങ്ങനത്തെ ചിന്തകളിലേക്ക് പോകും. പക്ഷേ മഹാനായ പ്രവാചകൻ അള്ളാഹുവിൻ്റെ കൽപ്പന കൃത്യമായി അനുസരിക്കുന്ന, പാലിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിലടിച്ചു. ആ സമയത്ത് 12 വഴികളായിട്ട് ആ വെള്ളം പിളർന്നു നിന്നു എന്നുള്ളത്, പർവ്വതങ്ങൾ പോലെ ആ വെള്ളത്തിൻ്റെ ഭാഗങ്ങൾ മാറി നിന്നു എന്ന്. അവർക്ക് അവിടെ വെച്ച് വെള്ളം മാറി നിന്ന് പിളർന്നു വന്ന ആ വഴികൾ മുഴുവനും വളരെ ഉണങ്ങിയ, സുരക്ഷിതമായ, ഒരു നിലക്കും അഴുക്കോ ചളിയോ ഭീഷണിയോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നിലക്ക്, അങ്ങനെയൊക്കെ തന്നെ ആയത്തുകളിൽ അതിനെക്കുറിച്ചുള്ള വാക്കുകൾ വന്നിരിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കാണാനും നോക്കാനും പറ്റുന്ന നിലയ്ക്ക് വിടവുകൾ ഉണ്ടായിരുന്നു ആ വെള്ളം ഉറച്ചു നിന്നതിൽ എന്നുള്ളത്. പർവ്വതങ്ങൾ പോലെ ആ വെള്ളത്തിൻ്റെ ഭാഗങ്ങൾ മാറി നിന്നു. അവർ 12 കുടുംബങ്ങളായിരുന്നു ബനൂ ഇസ്രായേൽ. അങ്ങനെ ആ പറയുന്ന വഴികളിൽ കൂടെ അവർ മുഴുവനും രക്ഷപ്പെട്ടു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും തൻ്റെ കൂടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ള വാക്ക് അള്ളാഹു പറയുന്നത് ഫഅൻജയ്നാ മൂസ വമൻ മഅഹു അജ്മഈൻ. മൂസയെയും തൻ്റെ കൂടെയുള്ള ആളുകളെയും നമ്മൾ രക്ഷപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായിട്ട് ആ പറഞ്ഞാൽ തന്നെ മൂസാ നബിയും കൂടെയുള്ള ആൾ രക്ഷപ്പെട്ടു നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വേറൊരു വാക്ക് കൂടി വെച്ചു, അജ്മഈൻ. അജ്മഈൻ അറബി ഗ്രാമറിൽ അതിന് തഅ്കീദ് എന്നാ പറയും. എല്ലാവരെയും രക്ഷപ്പെടുത്തി, ഒരു കുട്ടില്ലാതെ രക്ഷപ്പെടുത്തി. വഅഗ്റഖ്നാ ബഅദുൽ ബാഖീൻ. അതിൻ്റെ ശേഷം ധിക്കാരിയും അഹങ്കാരിയുമായ ഫിർഔനെയും അവൻ്റെ കൂടെയുള്ള അവൻ്റെ ഉന്നതരായ ആളുകളെയും അവൻ്റെ പട്ടാളക്കാരെയും അവൻ്റെ കൂടെയുള്ളവരെ മുഴുവനും നമ്മളവിടെ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗങ്ങളൊക്കെ ഖുർആനിൽ കൂടെ പറയുന്നു. മൂസാ നബി ഫിർഔന്റെ അടുത്ത് ചെന്ന സമയത്തുള്ള ആ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂറത്തുൽ ഖസസിൽ അതിൻ്റെ വിശദീകരണങ്ങൾ മറ്റു സൂറത്തുകൾ അപേക്ഷിച്ച് കുറച്ച് കൂടുതലുണ്ട്. ഏതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ധിക്കാരികൾ, ഭൗതികമായ സാഹചര്യങ്ങൾ മുഴുവനും ഉള്ളതിനോടുകൂടെ ഫിർഔനെയും അവൻ്റെ കൂടെയുള്ള ആളുകളെയും ആ കടലിൽ അല്ലാഹു തആല മുക്കി നശിപ്പിച്ചു എന്നുള്ളത്. ഭൗതികമായ യാതൊരു സാഹചര്യങ്ങളും ഇല്ലാത്ത പെട്ടിയിലിട്ട് പൂട്ടപ്പെട്ട നിസ്സഹായനായ ചോര പൈതലിനെ ആ വെള്ളത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതനാക്കി രക്ഷപ്പെടുത്തി മാതാവിൻ്റെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു എന്നുള്ളത്. കടലിലേക്ക് ഇടുന്ന സമയത്ത് ഉത്കണ്ഠയും പേടിയും ദാരിദ്ര്യവും നിസ്സഹായതയുമുള്ള മാതാവാണെങ്കിൽ കുട്ടിയെ തിരിച്ചു കിട്ടുന്ന സമയത്ത് സമാധാനവും സുരക്ഷയും നിർഭയത്വവും സമ്പത്തും ഫണ്ടും പേരും പ്രശസ്തിയോടുകൂടെ കുട്ടിയെ തിരിച്ചു കിട്ടി എന്നുള്ളത് തിരിച്ചു കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഭൗതികമായ ഈ വിഭവങ്ങളും സാഹചര്യങ്ങളും അതിൽ മാത്രം തവക്കുലാക്കാതെ, പ്രതീക്ഷ അർപ്പിക്കാതെ, തൗഹീദിൻ്റെ ആളുകൾ, സുന്നത്തിൻ്റെ ആളുകളാണെങ്കിൽ ഈ ലോകത്ത് അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔലിയാക്കളായ അവൻ്റെ അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കും ഔലിയാക്കൾക്കും അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾക്കും ഇതുപോലെ സഹായങ്ങൾ ചെയ്ത് സംരക്ഷണം കൊടുത്തത് കൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോയത്. അങ്ങനെ അള്ളാഹുവിൻ്റെ വാക്കിന് വില കൊടുക്കാനും അള്ളാഹു പറഞ്ഞത് കേൾക്കാനും തയ്യാറായാൽ അതേപോലത്തെ സഹായങ്ങളും സംരക്ഷണങ്ങളും അള്ളാഹു ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ലഭിക്കും. അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു പോകാൻ കഴിയും ചെയ്യും. ആ പറയുന്ന പാഠങ്ങളാണ് വർഷാവർഷത്തിൽ ആശൂറ പോലത്തെ ഈ ദിനങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അതിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമുക്ക് പാഠമാക്കാനുള്ളത് അതാണ് ദർസുകൾ. കൂടുതൽ സമയം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെയും അവൻ്റെ ആളുകളെയും മുക്കി നശിപ്പിച്ചതിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഅഖദ്നാഹു വജുനൂദഹു, ഫിർഔനെയും അവൻ്റെ പട്ടാളങ്ങളെയും നമ്മൾ പിടിച്ചു. ഫനബദ്നാഹും ഫിൽ യം, ആഴമുള്ള ആ സമുദ്രത്തിൽ നമ്മൾ അവരെ കൊണ്ടുപോയിട്ടു. നബദ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിടുക. ആ പ്രയോഗം അള്ളാഹു പ്രയോഗിച്ച്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇതൊന്നൊന്നുമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് ധിക്കാരികളൊന്നും ഒന്നുമല്ല. ദുന്യാവിൽ എന്തെങ്കിലും കിട്ടിയതിൻ്റെ പേരിൽ തലയെടുപ്പോടുകൂടെ അഹങ്കാരത്തോടു കൂടെ പോകുന്നു. അള്ളാഹുവിൻ്റെ കണ്ണിൽ ഒന്നുമല്ല.
ഫനബദ്നാഹും ഫിൽ യം ഫൻദുർ പ്രവാചകരെ നോക്കി നിങ്ങൾ കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ അക്രമികളായ ആളുകളുടെ പര്യവസാനം എങ്ങനെയാണ് എന്ന്. വജഅൽനാഹും അഇമ്മത്തൻ യദ്ഊന ഇലന്നാർ നരകത്തിലേക്ക് പ്രബോധനം ചെയ്യുന്ന നേതാക്കന്മാരാണ് ഇവരൊക്കെ. നമ്മളവിടെ അങ്ങനെയാണ് ആക്കിയത്. വയൗമൽ ഖിയാമത്തി ലാ യുൻസറൂൻ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ ഒരു സഹായം ഇവർക്ക് ലഭിക്കാൻ പോകുന്നില്ല. വഅസ്ബഅനാഹും ഫീ ഹാദിഹി ദുനിയാ ലഅന ഈ ലോകത്ത് ശാപമാണ് അവരെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അലൈഹിം ലഅഇനുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ അടിമകളും പാവങ്ങളും നിസ്സഹായരുമാക്കി തള്ളിയ ദുഷ്ടരായ കഴിഞ്ഞു പോയവരും ഈ കാലഘട്ടത്തിൽ അവരുടെ മാതൃകയാക്കിക്കൊണ്ട് മുഅ്മിനീങ്ങളോടും മുസ്ലിമീങ്ങളോടും അനീതിയും അക്രമവും കാണിക്കുന്ന ദുഷ്ടരായ ആളുകളെ അള്ളാഹുവിൻ്റെ ശാപകോപം അവരുടെ മേലുണ്ടായിരിക്കട്ടെ. അവരുടെ കുതന്ത്രങ്ങൾ അവരുടെ നെഞ്ഞിലേക്ക് അള്ളാഹു അടിച്ച് മടക്കുകയും ചെയ്യുമാറാവട്ടെ. വഅസ്ബഅനാഹും ഫീ ഹാദിഹി ദുനിയാ ലഅനതൻ വയൗമൽ ഖിയാമത്തി ഹും മിനൽ മഖ്ബൂഹീൻ ഖിയാമത്ത് നാളിൽ വരുന്ന സമയത്ത് ഇവർ ദുഷ്ടരായിരിക്കും, ദുഷിച്ചവരായിരിക്കും. അള്ളാഹുവിൻ്റെ യാതൊരു ഭാഗത്തിനുള്ള ആദരവുകളോ റഹ്മത്തുകളോ അവർക്ക് ലഭിക്കുകയുമില്ല. ഇതൊക്കെയാണ് ആശൂറയിൻ്റെ പാഠങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിൽ ഇടപെട്ട ആളുകൾ അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു, എങ്ങനെ ഇതുപോലത്തെ പരീക്ഷണങ്ങൾ അവർ അഭിമുഖീകരിച്ചു, അവരുടെ ജീവിതം കൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് നമ്മൾ പഠിക്കുകയും നിരന്തരം ഇതുപോലത്തെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും നമുക്ക് മുന്നേറാൻ അത് വെളിച്ചമേകുകയും ചെയ്യും. അതിൽ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. أقول هذا القول وأستغفر الله العظيم الجليل لي ولكم ولسائر المؤمنين والمؤمنات. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وحلما وفهما وعقلا وأدبا كاملا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله وسلم وبارك على نبينا